Welcome to another brand new episode. This is your host, Melinda George, and today we're joined by someone who not just writes stories, he chases them. His name is Ranjith Leen, and he's a passionate journalist who spent years observing and writing about people, places, and circumstances that we hardly get to see up close. And that's exactly the reason why I wanted him here today. To talk about life, about curiosity, about truth, and also how and what it means like to tell stories in today's world. Welcome, sir. So excited to have you on board. I'm also so excited and thank you for the opportunity. Thank you, sir. Before we talk about journalism as a career, let's go back a bit. Okay, sir, journalist avunne munne, like what kind of person were you? What shaped you? To sum it up, I was an introvert basically. അപ്പം കൂടുതലും വളർന്നത് പുസ്തകങ്ങളുടെ കൂടെയായിരുന്നു. Yes. പിന്നെ ചെറുപ്പത്തിൽ കുറേ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അധികം അങ്ങനെ ഒരു ആക്റ്റീവ് ചൈൽഡ്ഹുഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. സോ അത് കാരണം കൂടുതൽ സമയം പുസ്തകങ്ങൾ വായിക്കുക, മാഗസിൻസ് വായിക്കുക. മാഗസിൻസ് എല്ലാം ഒന്നും നമുക്ക് മനസ്സിലായില്ല. ബട്ട് സ്റ്റിൽ ടു എൻ സർട്ടൻ എക്സ്റ്റെൻറ്റ് ഐ ഫെൽ ഇൻ ലവ് വിത്ത് റീഡിങ്. Okay. And even if my parents used to take me ടു എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ തന്നെയും ഞാൻ കൂടുതലും അവിടെ ഏതെങ്കിലും ബുക്സോ പീരിയോഡിക്കൽസോ പബ്ലിക്കേഷൻസോ ഉണ്ടെങ്കിൽ ഞാൻ അതും മറിച്ച് നോക്കി ഞാൻ മണിക്കൂറുകളിങ്ങനെ ഇരിക്കും. ബേസിക്കലി അക്ഷരങ്ങളുമായിട്ടായിരുന്നു പ്രണയം വാസ്തവത്തിൽ ചൈൽഡ്ഹുഡിൽ. അപ്പോൾ അന്നും ഐ നെവർ തോട്ട് ഓഫ് ജേർണലിസം ആസ് എ കരിയർ ഓർ എനിത്തിങ്. ശരിക്കും അങ്ങനെ ഒരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ബട്ട് ബീയിങ് ദി എൽഡസ്റ്റ് സൺ ഓഫ് ടു ടീച്ചേഴ്സ്, definitely they wanted me to aspire for greater heights. Like for example, അന്നത്തെ എല്ലാ പേരൻസിനെയും പോലെ ഒന്നെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊഫഷൻ അല്ലെങ്കിൽ പാരാമെഡിക്കൽ പ്രൊഫഷൻ ഓർ IAS എന്നൊക്കെ പറഞ്ഞ് ഡാഡിക്കും മമ്മിക്കും അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. കാരണം ബീയിങ് ടീച്ചേഴ്സ്. പക്ഷേ എനിക്കും അങ്ങനെ ഒരു 10th വരെ അങ്ങനെ ഒരു ആസ്പിറേഷൻ ഇല്ലായിരുന്നു ഇതിലേക്ക് പോകണം എന്നൊക്കെ. ഐ വാസ് പ്രിറ്റി മച്ച് കൺഫ്യൂസ് ബേസിക്കലി. കാരണം എൻ്റെ ആപ്റ്റിറ്റ്യൂഡ് വായന, ലിറ്ററേച്ചർ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇനിഷ്യലി അത്ര അങ്ങോട്ട് പേരൻസ് അത് എൻകറേജ് ചെയ്തിരുന്നില്ല. ബിക്കോസ് ദേ സെഡ് ഇറ്റ്സ് എ വെരി കോമ്പറ്റീറ്റീവ് വേൾഡ്, സോ യു ഹാവ് ടു ഗോ ഫോർ, ഐ എം സ്പീക്കിംഗ് ഓഫ് സേ ദ 90s. അപ്പോൾ ആ ടൈമിലൊക്കെ ദ ക്രേസ് വാസ് ഫോർ ഐദർ ഇഫ് യു ആർ ഗുഡ് ഇൻ മാത്സ് ആൻഡ് സയൻസ് യു ഗോ ഫോർ engineering, or else like if you are good in life sciences but you have to know physics and chemistry as well, and a little bit of maths as well, you have to go for medicine. അപ്പം ആ രണ്ട് ചോയ്സേ ഉള്ളൂ. കാരണം ബാക്കി ഏതൊരു ലിറ്ററേച്ചർ ആണെങ്കിലും ഒക്കെ അതിന് വലിയ സ്കോപ്പില്ല. അന്നത്തെ ഇന്ത്യയിൽ സ്കോപ്പില്ല. ഇപ്പോൾ രക്ഷപ്പെടണമെങ്കിൽ ഇത് പഠിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ ആ ഒരു ലൈനിലായിരുന്നു. അപ്പം റിലക്റ്റൻ്റ്ലി ഞാനും ഇപ്പോൾ അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു ആഫ്റ്റർ ക്ലാസ് 10. സോ ഐ ഡിൻ ഗോ ഫോർ, ഞാൻ ICC പഠിച്ചത്. ഞങ്ങൾക്ക് +2 ഓപ്ഷൻ ഉണ്ടായിരുന്നുണ്ടെങ്കിലും മൈ ഫാദർ പുട്ട് മീ ഇൻ എ കോളേജ് നിയർ ബൈ, ആൻഡ് വേർ ഐ വാസ് എ പ്രീ ഡിഗ്രി സ്റ്റുഡൻറ്റ്. പ്രീ ഡിഗ്രിക്ക് ഞാൻ സയൻസാണ് എടുത്തത്, ലൈക്ക് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്. പക്ഷേ ഫസ്റ്റിൽ റൗണ്ട് ഓഫ് എൻട്രൻസ് 2-3 എൻട്രൻസ് എക്സാംസ് ഉണ്ടായിരുന്നു. കേരള എൻട്രൻസ്, ഓൾ ഇന്ത്യ ഉണ്ടായിരുന്നു. അതൊക്കെ എഴുതി അതൊക്കെ റോയലായിട്ട് പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ സെഡ് ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. ബിക്കോസ് അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഞാൻ എത്ര പഠിച്ചാലും എനിക്ക് സയൻസ് പഴങ്ങത്തില്ല. ഐ വാസ് ഗുഡ് ഇൻ ബയോളജി ബിക്കോസ് ഡാഡി ഓബ്വിയസ്ലി ലൈഫ് സയൻസ് ടീച്ചറായിരുന്നു, ബയോളജി ടീച്ചർ ആയിരുന്നുകൊണ്ട് ബോട്ടണി സുവോളജിക്ക് എനിക്ക് ഓക്കെയാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ബയോ കെമിസ്ട്രി ഓർ ഇക്വേഷൻസ്, അത് ഇറ്റ് ജസ്റ്റ് ബൗൺസ്ഡ് ഓഫ് മൈ ഹെഡ്. ഞാൻ അന്ന് പറഞ്ഞു എനിക്ക്, പക്ഷെ അന്നും മോർ ദൻ ലിറ്ററേച്ചർ ഐ വാണ്ടഡ് ടു സ്റ്റഡി ലിംഗ്വിസ്റ്റിക്സ്. That's a very difficult subject for me. ബട്ട് ലിംഗ്വിസ്റ്റിക്സ് എനിക്ക് എന്തോ ഭയങ്കര താല്പര്യമായിരുന്നു. ഭാഷയെപ്പറ്റി കൂടുതൽ പഠിക്കുക, അതിൻ്റെ ഒറിജിൻസ്, അതിൻ്റെ ന്യൂവാൻസസ്. കാരണം എനിക്ക് ഹിസ്റ്ററി ഭയങ്കര ഒരു പാഷൻ ആയിരുന്നല്ലോ. എനിക്ക് ഹിസ്റ്ററി ഇഷ്ടം, ലിംഗ്വിസ്റ്റിക്സ് പറ്റത്തില്ല സ്പെസിഫിക്കലി എന്തോ. പക്ഷേ അന്നത്തെ ആ സെറ്റപ്പിൽ, നമ്മുടെ അക്കാഡമിക് സെറ്റപ്പിൽ അക്കാഡമിക്സ് ഭയങ്കര ആർക്കെയിക് ആയിരുന്നു. നമുക്ക് ആ ഇന്നോവേഷൻസ് വന്നത് കഴിഞ്ഞൊരു 10-15 ഇയേഴ്സിലാണ് നമുക്ക് ഒത്തിരിയും ചേഞ്ചസും പുതിയ കോഴ്സസും വരുന്നത്. I had no option but to opt for literature. Okay, literature is fine. I don't have anything to any grudge against literature. പക്ഷേ എനിക്ക് കൂടുതൽ ലാംഗ്വേജ് പഠിക്കണമെന്നായിരുന്നു സാഹിത്യത്തെക്കാട്ടിൽ. അങ്ങനെ ലിറ്ററേച്ചറിന് പോയി. പിന്നെ ശരിക്കൊരു ഐ ഓപ്പണർ എൻ്റെ MA കോഴ്സായിരുന്നു. മൈ ഡാഡി വാസ് വെരി പെർട്ടിക്കുലർ ദാറ്റ് ഐ ഷുഡ് ഡു മൈ പോസ്റ്റ് ഗ്രാജുവേഷൻ ഔട്ട്സൈഡ് കേരള. കാരണം കേരളത്തിൽ അന്ന് ഭയങ്കര സമരവും നമുക്ക് മിക്കപ്പോഴും ക്ലാസ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഗൈഡും പിന്നെ ട്യൂഷനും അത്യാവശ്യം എക്സ്ട്രാ കോച്ചിങ് ഒക്കെ വെച്ചാണ് ഞങ്ങളെല്ലാവരും പഠിച്ചിരുന്നത്. ഇപ്പോൾ ലിറ്ററേച്ചർ ആണെങ്കിൽ പോലും ക്ലാസ് ഇല്ല. മിക്ക ദിവസവും സ്ട്രൈക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ
പ്രശ്നങ്ങളും പരിപാടിയൊക്കെ ആയിട്ട് ക്ലാസ് മുടക്കുമായിരിക്കും കോളേജിൽ. സർ MA-ക്ക് എന്ത് സബ്ജക്റ്റ് ആയിരുന്നു? I was so fascinated by the modules on offer. കാരണം ലിറ്ററേച്ചർ കൂടാണ്ട് we had അന്നത്തെ, I'm speaking of 2001, അന്ന് we had something like women studies. Yes, we still have that. അന്ന് ഇറ്റ് വാസ് ഇന്നോവേറ്റീവ്. ഇത് അത് പല കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളിലും എനിക്ക് തോന്നുന്നില്ല ലിറ്ററേച്ചറിൽ ആ കോഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത്. Then we had Marxism. ഒരു മോഡൽ മാർക്സിസം ആയിരുന്നു. കൾച്ചറൽ സ്റ്റഡീസ്. പിന്നെ വി ഹാഡ് സംതിങ് കോൾഡ് സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ്. സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സിന് അന്ന് ഭാരതത്തിൽ ടെക്സ്റ്റ് ബുക്സ് ഇല്ല. അപ്പം അന്ന് ഗൂഗിളിൻ്റെ നെയ്സൻ സ്റ്റേജാണ്. അപ്പം ഞങ്ങൾ ഗൂഗിളിൽ നിന്നും ഒക്കെ മെറ്റീരിയൽസ് എടുത്തും പിന്നെ ലെക്ചർ നോട്ട്സും ഒക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ അന്ന് പഠിച്ചത്. വെരി ഇന്നോവേറ്റീവ്. അങ്ങനെ ധാരാളം മോഡ്യൂൾസ് ഉണ്ടായിരുന്നല്ലോ MA-ക്ക്. ഞാൻ MA പഠിച്ചത് ചെന്നൈ ലോയോള കോളേജിലാണ്. അപ്പോൾ അവർ ഓട്ടോണമസ് ആയിരുന്നുകൊണ്ട് അവർ അന്നേ അച്ഛന്മാർ ഭയങ്കരമായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കോഴ്സസാണ്. ലിറ്ററേച്ചർ തന്നെയാണെങ്കിൽ ഞങ്ങൾക്ക് ഫുൾ തിയറി ആയിരുന്നില്ല. വി ഹാഡ് ഡ്രമാറ്റിക്സ്. അതായത് ഷേക്സ്പിയർ പഠിക്കുമ്പം ഒരു ഷേക്സ്പിയറിയൻ പ്ലേയുടെ ഒരു ഭാഗം, ഒരു ആക്ടോ സംതിങ് ലൈക്ക് ദാറ്റ്, അത് ഡ്രാമറ്റൈസ് ചെയ്ത് കാണിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ബേസ് ചെയ്ത് നമ്മളൊരു പ്രസൻറ്റേഷൻ ചെയ്യണം. ഈ പ്രസൻറ്റേഷനൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് അവിടെ ചെന്നിട്ടാണ്. പിന്നെ അവിടെയാണ് ആദ്യമായിട്ട് ഈ റെഡിമെയ്ഡ് നോട്ട്സ് തരില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ മനസ്സിലാക്കിയത്. അവർ പറഞ്ഞു ഉച്ചവരെ ക്ലാസ് ഉള്ളൂ, ദ ലൈബ്രറി ഈസ് ദേ, യു ക്യാൻ ഗോ, യു ക്യാൻ റെഫർ. ഇറ്റ് വാസ് എ കമ്പ്യൂട്ടറൈസ്ഡ് ലൈബ്രറി വിത്ത് നെറ്റ് കണക്ഷൻ ആൻഡ് എവരിതിങ്. 2001. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അതിലേക്കാണ് ഞാൻ എക്സ്പോസ്ഡ് ആകുന്നത്. അപ്പം നമ്മൾ സ്വന്തമായിട്ട് പോകുന്നു, റെഫർ ചെയ്യുന്നു, നമ്മൾ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു. അതൊരു ഐ ഓപ്പണറായി. അപ്പം നമുക്ക് ഒത്തിരിയും ഡിസിപ്ലിൻസിലേക്കുള്ള ഒരു വാതിൽ ആ MA-യെക്കുറിച്ച് തുറന്നിട്ട് തന്നു. പക്ഷെ അന്നേരവും ഞങ്ങൾക്ക് ജേർണലിസം ഇല്ല. ബട്ട് വാട്ട് journalism, I am coming to that. I was staying in the hostel there, and we were about 800 boys from across India. So obviously ഞാൻ PG ആയിരുന്നുകൊണ്ട് മോസ്റ്റ് ഓഫ് ദീസ് ഡിഗ്രി ലെവൽ ബോയ്സ് ഫ്രം കേരള നമ്മളൊരു വലിയേട്ടനായിട്ടാണ് അന്ന് കണ്ടിരുന്നത്. കാരണം അവരൊക്കെ UG ഫസ്റ്റ് ഇയർ ആയിട്ടാണ് ജോയിൻ ചെയ്തത്. പക്ഷെ അവർക്ക് ലിറ്ററേച്ചർ ഓപ്റ്റ് ചെയ്ത പിള്ളേർക്ക് ദേ ഹാഡ് ജേർണലിസം ആസ് വൺ പേപ്പർ. അപ്പോൾ അവർ വന്ന് ഇങ്ങനെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കുമായിരുന്നു, ലിറ്ററേച്ചറിൻ്റെയും അതുപോലെ ജേർണലിസത്തിൻ്റെയൊക്കെ ഡൗട്ട്സ് ചോദിക്കും. അങ്ങനെ ആണ് ഞാൻ ആക്ച്വലി ഇതിൻ്റെ തിയറിയൊക്കെ ഞാൻ നോക്കിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യം തോന്നി, ഇതും ഒരു കരിയർ ഓപ്ഷൻ ആണല്ലോ എന്നൊക്കെ ഐ സ്റ്റാർട്ടഡ് തിങ്കിങ്. പക്ഷെ ഞാൻ PGക്ക് ഞാൻ അവിടെ പോകുമ്പോഴും മൈ ഒബ്ജക്റ്റീവ് വാസ് PG കഴിയുക, നെറ്റ് എഴുതിയിട്ട് ഏതെങ്കിലും കോളേജിൽ കയറുന്നുള്ളതായിരുന്നു ആസ് എ ടീച്ചർ. അപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ടീച്ചേഴ്സും എന്നെ അങ്ങനെ ഗ്രൂം ചെയ്തത്. നാളെ ഒരു പക്ഷേ ഞങ്ങളുടെ സ്ഥാനത്ത് താനുണ്ടാകും ഇവിടെ എന്നൊക്കെ ഇടയ്ക്കിങ്ങനെ അവർ പറയുമായിരുന്നു. ബിക്കോസ് യു ഹാവ് ദ ടീച്ചിങ് സ്കിൽസ്, ബിക്കോസ് യുവർ പേരൻസ് വെ ടീച്ചേഴ്സ്, യുവർ ഗ്രാൻഡ് പേരൻസ് വെ ടീച്ചേഴ്സ്. അപ്പം ഞാൻ ഏറെക്കുറെ അങ്ങനെയായിരുന്നു. പക്ഷേ MA സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് ഡിഫറെൻ്റ്ലി. അപ്പോൾ ഞങ്ങളുടെ അവിടെ ചെന്നൈ തന്നെ there was another even more older college called MCC. MCC they had a postgraduate diploma program in journalism. അപ്പം ഞാൻ അതിൻ്റെ ഫോം മേടിച്ചായിരുന്നു MA എക്സാം കഴിഞ്ഞപ്പോൾ. അപ്പം ഐ വാസ് ഡിറ്റർമിൻ ടു ജോയിൻ MCC. ഒരു എൻട്രൻസ് എക്സാം ഉണ്ടാവും, എൻട്രൻസ് ക്വാളിഫൈ ചെയ്താൽ അവിടെ പോയി പഠിക്കാം. അന്നേരവും എനിക്ക് നാട്ടിൽ ജേർണലിസത്തെ പറ്റി വലിയ ധാരണയില്ല. ആ ലീവിന് നാട്ടിൽ വരുമ്പോഴാണ് മൈ ഫാദർ ടോൾഡ് മീ മനോരമ has started a journalism school. It's called MASCOM. And they're gonna conduct their MASCOM day, the first MASCOM day, like their annual day പോലെ. And they are inviting outsiders also, because there's some sort of an exhibition happening there. നീ ഒന്ന് പോയി കാണുമെന്ന് പറഞ്ഞ് അങ്ങനെ അതിന് പോയി. അപ്പം അതിന് ചെന്നപ്പോഴത്തേക്കും എൻ്റെ ഒരു കസിൻ സിസ്റ്ററിൻ്റെ ബാച്ച്മേറ്റ് ഒരു കുട്ടി അവിടെ ആ ബാച്ചിലുണ്ടായിരുന്നു. യാദൃശ്ചികമായിട്ട് പറഞ്ഞു വന്നപ്പോഴത്തേക്കും പരിചയപ്പെട്ടതാണ്. ആൻഡ് ഷീ ടോൾഡ് മീ ദാറ്റ് ആ ബാച്ചിലുള്ള എല്ലാവർക്കും ഓൾമോസ്റ്റ് പ്ലേസ്മെൻ്റ് ഒക്കെ ആയിട്ടുണ്ട്. അവർ ഫസ്റ്റ് ബാച്ചാണെന്ന് ഓർക്കണം. എന്നിട്ട് ആ കുട്ടിക്ക് ഷീ വാസ് പ്ലേസ്ഡ് ഇൻ ഇന്ത്യ വിഷൻ. അന്നത്തെ അതും പുതുതായിട്ട് ഇന്ത്യ വിഷൻ വന്നപ്പോഴാണ് നമ്മുടെ മാധ്യമ സംസ്കാരം, ഐ മീൻ വിഷ്വൽ മീഡിയയിലെ മാധ്യമ സംസ്കാരം മാറുന്നത് കേരളത്തിൽ. അപ്പോൾ എനിക്കൊരു ഭയങ്കര ഇൻസ്പിറേഷനായി. സംഭവം കൊള്ളാം, കേരളത്തിൽ ആദ്യമായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു J സ്കൂള്. And they were offering journalism in 2 streams, Malayalam and English. അപ്പം അന്ന് ഞാൻ പരിചയപ്പെട്ട ആ ബാച്ചിലെ പലരും പറഞ്ഞു, ഇപ്പം MA കഴിഞ്ഞതല്ലേ, എൻട്രൻസ് എഴുത്, ആൻഡ് ദെൻ യു ടേക്ക് എ ചോയ്സ്, ഇവിടെ വേണോ MCC പോകണോ എന്നുള്ളത്. MCCയിലാണെങ്കിൽ എൻട്രൻസ് ഉണ്ട്. അങ്ങനെ ദാറ്റ്സ് ഹൗ ഇൻ 2004 I took the test
അത് ട്രിവാൻഡ്രം മനോരമ വെച്ചായിരുന്നു. എല്ലാ മനോരമ സെൻറ്റേഴ്സിലും ദേ ഹാഡ് എക്സാംസ് സെൻറ്റർ വാസ് ദേ. അതിൽ ലക്കിലി ഇംഗ്ലീഷ് സ്ട്രീമിൽ എനിക്ക് സെലക്ഷൻ കിട്ടി ഫോർ ദ ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂവിൽ പിന്നെയും സ്ക്രീനിങ് ഉണ്ട്. ആൻഡ് ദേ കോൾ മി ഫോർ ദ ഇൻ്റർവ്യൂ ഇൻ കോട്ടയം മാസ്കോമിൽ വെച്ചിട്ട്. അപ്പോൾ അതിൽ മാസ്കോമിൻ്റെ ഡയറക്ടർ മിസ്റ്റർ കെ തോമസ് ഉമ്മൻ, അന്നത്തെ വേൾഡ് റിനോൺഡ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് എഡിറ്ററാണ് പുള്ളി. അതായത് അന്ന് തന്നെ വാൾ സ്ട്രീറ്റ് ജേർണലിലൊക്കെയുള്ള പല എഡിറ്റേഴ്സും പുള്ളിയുടെ ശിഷ്യഗണത്തിൽപ്പെട്ടവരാണ്. ആൻഡ് ഹി ഹാസ് വർക്ക്ഡ് അബ്രോഡ് ഓൾസോ. കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു ഉസ്താദാണ്. ഓൾഡ് സ്കൂൾ ജേർണലിസത്തിൻ്റെ അവസാനത്തെ തിരിശേഷിപ്പുകളിൽ ഒന്നായിട്ടുള്ള വ്യക്തി. ഒരു പുലിയായിരുന്നു പുള്ളി. ഹി വാസ് ദ വൺ ഹു വാസ് ഇൻ്റർവ്യൂയിങ് മീ. അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നത് അതിൻ്റെ മലയാളം സ്ട്രീമിൻ്റെ ഡയറക്ടറായിരുന്നു മിസ്റ്റർ ഇഗ്നേഷ്യസ് ഗൊൺസാൽവസ്, ഹു ലേറ്റർ ബിക്കെയിം മൈ മെൻറ്റർ. അപ്പോൾ ഇവർ രണ്ടുപേരാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. ആൻഡ് ദ ക്വസ്റ്റ്യൻസ് വർ മോസ്റ്റ്ലി ഓൺ ഹിസ്റ്ററി ബിക്കോസ് ഐ കെയിം ഫ്രം കൊല്ലം ആൻഡ് ഐ ഡിഡ് മൈ സ്കൂളിംഗ് ഇൻ എ പ്ലേസ് കോൾ തങ്കശ്ശേരി വിച്ച് വാസ് ലൈക്ക് ഫോർട്ട് കൊച്ചിൻ. പഴയ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരുടെയൊക്കെ ഒരു ചെറിയ സെറ്റിൽമെൻ്റ് ആയിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചത്, അതിൻ്റെ പ്രത്യേകത അറിയാവും. അപ്പോൾ ഞാൻ മണിമണി പോലെ ഉത്തരം പറഞ്ഞു. ഓക്കെ എന്നൊക്കെ അവർ പറഞ്ഞു. കൃത്യം എനിക്ക് തോന്നുന്നു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അഡ്മിഷൻ കാർഡ് വീട്ടിൽ വന്നു, സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഡാഡ് സെഡ് യു സ്റ്റഡി ഹിയർ, ഇവ യു ആർ ഇൻ കേരള നോ, സോ വൈ ഡു യു വോണ്ട് ടു ഗോ അഗെയിൻ ടു ചെന്നൈ, കഷ്ടപ്പെടേണ്ട ഇവിടെ തന്നെയാണ്. ഡാഡി സെഡ് ഭാഗ്യമുണ്ടെങ്കിൽ അങ്കിൾ മാക്സ്വെലിനെ പോലെ നിനക്കും വീക്കിൽ കയറാവുന്നൊക്കെ ഡാഡി അന്ന് പറഞ്ഞു. അന്നാണ് ഞാൻ ഇങ്ങനൊരു അങ്കിൾ ഉണ്ടായിരുന്നില്ലേ അങ്കിൾ മാക്സ്വെൽ എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴും എനിക്ക് അങ്ങനെ ഒരു ധാരണയില്ല വീക്കിൽ കിട്ടുമെന്ന്. കാരണം വീക്കിനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് സംതിങ് ലൈക്ക് ഓ മൈ ഗോഡ്, പുലികളുടെ മടയിലേക്കാണല്ലോ. ഞാനൊന്നും ഒരിക്കലും അവിടെ കയറില്ല. മൈ ഇൻറ്റൻഷൻ വാസ് എക്സ്പ്രസ് ഉണ്ട്, അല്ലെങ്കിൽ ബാംഗ്ലൂർ പോവാം, എവിടെയെങ്കിലും കയറാം എന്നുള്ളൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. ഓർ ഈവൻ പി ആർ ഏജൻസീസിൽ നമുക്ക് കയറാമെന്നൊക്കെയുള്ള ഒരു ധാരണയില്ല. സോ ദാറ്റ് വാസ് ആക്ച്വലി മൈ entry into journalism, and fortunately by the grace of God, before the course came to an end, there was a vacancy. There were 2 vacancies in the week. Panampally Nagar office, sub editors ആയിട്ട്. അങ്ങനെ അവർ ടെസ്റ്റ് നടത്തി. അപ്പോൾ ആ ടെസ്റ്റ് ഞാൻ അപ്പിയർ, ഞാനും എൻ്റെ ബാച്ച്മേറ്റ്സും അപ്പിയർ ചെയ്തു. അപ്പോൾ അതിൽ സെലക്ഷൻ കിട്ടിയത് ഞങ്ങൾ 2 പേർക്കായിരുന്നു. സെലക്ഷൻ ഇൻ ദ സെൻസ് ഫോർ ദി ഇൻ്റർവ്യൂവിന്. അത് കൊച്ചി ഓഫീസിൽ വെച്ചായിരുന്നു. That was like a firing squad. Okay, what are the kind of questions they ask you? Oh my God, it was like basically അവർ ചോദിച്ചത് സ്റ്റോറി ഐഡിയാസ് ആണ്. അതായത് അടുത്ത ഇഷ്യൂലേക്ക് ഒരു 4-5 ഐഡിയാസ് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഓരോ ജോണറിലും പൊളിറ്റിക്സ്, കറണ്ട് അഫയേഴ്സ്, ഹെൽത്ത്, അങ്ങനെ. പിന്നെ അവർ ചോദിച്ചത് ഇറ്റ് വാസ് ലൈക്ക് എ റാപ്പിഡ് ഫയർ പോലെയായിരുന്നു. കുറേ GK ഒക്കെ അവർ ചോദിച്ചു. പിന്നെ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ആയിരുന്നു. അതായത് യു സേ യു റീഡ് ദ വീക്കിൻ്റെ പ്ലസ് പോയിന്റ്സ് എന്തൊക്കെയാണ്, വാട്ട് മേക്സ് യു ചൂസ് ദ വീക്ക് ഓവർ അതർ മാഗസിൻസ്. പിന്നെ എന്നോട് ചോദിച്ചു വീക്കും വേറൊരു മാഗസിനും കമ്പയർ ചെയ്യാമെന്ന്. അപ്പം ഞാൻ ഫ്രണ്ട് ലൈൻ ഞാൻ അന്ന് വായിക്കുക. ഞാൻ പറഞ്ഞു ഞാൻ ഫ്രണ്ട് ലൈൻ കമ്പയർ ചെയ്തിട്ട് പറഞ്ഞു ഓക്കെ ഒരു 5 പോയിന്റ് പറയാൻ പറഞ്ഞു. അതിൻ്റെ ഫ്രണ്ട് ലൈൻ്റെ പ്ലസും മൈനസും വീക്കിൻ്റെ പ്ലസും മൈനസും. പക്ഷെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പം എനിക്കൊരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്നൊക്കെ ഉള്ളത്. എന്നാലും ഞാൻ എക്സ്പ്രസ്സിലേക്കൊക്കെ നോക്കാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഇവരുടെ കോള് വരുന്നത്. സെലക്ഷൻ ഉണ്ട്, യു ക്യാൻ ജോയിൻ ആസ് എ ട്രെയിനി. അതായത് ഇൻറ്റേൺഷിപ്പും അവിടെ ചെയ്ത്, ഇൻറ്റേൺഷിപ്പ് മാൻഡേറ്ററി ആണ്. അത് കഴിയുമ്പോൾ ട്രെയിനിങ് പീരീഡിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ടെക്നിക്കലി കോൺവെക്കേഷന് മുമ്പ് തന്നെ വീക്കിൽ കയറാൻ പറ്റി. അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു ലൈഫിൽ. ഇറ്റ് വാസ് എ ടേണിംഗ് പോയിന്റ് ബേസിക്കലി. Okay, as you started growing up, were there moments where you realized that you observe people or situations differently from others? Yeah. Okay, what can you give me an example? Because in school, we had mandatory composition periods, English composition. അത് ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. ഇല്ല, ഇപ്പം അങ്ങനത്തെ പീരീഡ്സ് ഇല്ല. അന്ന് മാൻഡേറ്ററി ആയിട്ടും ഇംഗ്ലീഷിന് ഒരു പീരീഡ് കോമ്പോസിഷൻ ഉണ്ടാകും. മാർക്കൊക്കെ ഇടുമ്പം എനിക്ക് ആ എക്സാക്ട് ഗ്രേഡ്സ് ഇപ്പോൾ ഓർക്കുന്നില്ല. പലപ്പോഴും നല്ല ഗ്രേഡ്സ് ആയിരുന്നു കോമ്പോസിഷന് കിട്ടിയിരുന്നത്. അപ്പം മിസ്സുമാർ പറയും നന്നായിട്ട് എഴുതാൻ കഴിവുണ്ട്, ആർട്ടിക്കിൾസൊക്കെ ഇപ്പോഴും ഇരിപ്പുണ്ട്. പിന്നെ മമ്മി ഒത്തിരി ഹെൽപ്പ് ചെയ്യായിരുന്നു. മമ്മി ഇംഗ്ലീഷാണ് പഠിപ്പിച്ചിരുന്നത്. മമ്മി ഐഡിയാസ് തരും. അതായത് ഒരു കോമ്പോസിഷൻ എഴുതുമ്പോഴത്തേക്കും ഇപ്പം എൻ്റെ ധാരണ നമ്മൾ സത്യസന്ധമായി എഴുതാവുള്ളൂ. മമ്മി പറയും അങ്ങനെയല്ല,
നോബഡി ഈസ് ഗോയിങ് ടു ജഡ്ജ് വെദർ ഇറ്റ് ഇസ് ട്രൂ ഓർ ഫാൾസ്. Yeah. ഇവിടെ ഇമാജിനേഷൻ വർക്ക്ഔട്ട് ചെയ്യണം. ഒബ്സർവ്, ചിന്തിക്കുക, നന്നായിട്ട് എഴുതുക, നല്ല വാക്കുകൾ യൂസ് ചെയ്യുക. അത് നല്ലൊരു ഗ്രൂമിങ് ഇതായിരുന്നു. ചെറിയ നാളോട്ടെ നമ്മൾ ട്രെയിൻ ചെയ്ത് വരേണ്ട സാധനമാണ്. പിന്നെ എൻ്റെ മോമിൻ്റെ ഡാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ റിയലി മിസ് ഹിം ആക്ച്വലി. പുള്ളി 1948 പുള്ളിയുടെ ആ വില്ലേജിലെ ആദ്യത്തെ ഗ്രാജുവേറ്റ് ആയിരുന്നു. ആ നാട്ടിലെ ആദ്യത്തെ ഒരു IAS കിട്ടുന്നതിനൊക്കെ തുല്യമാണ്. അന്നൊരു BA ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ പാസ്സാകാന്ന് പറഞ്ഞു. ആൻഡ് ഹി വെൻ ടു ഇത്യോപ്യ. ഇത്യോപ്യയിലെ എംപറർ ഹെയ്ലി സലാസിയുടെ സ്കൂളിലെ ടീച്ചറായിരുന്നു. ഐ ഡോണ്ട് നോ വാട്ട് സബ്ജക്ട്. ഹി വാസ് എക്കണോമിക്സ് ആയിരുന്നു, ബട്ട് ഹി വാസ് എൻ അതോറിറ്റി ഇൻ ഇംഗ്ലീഷ്. പിന്നെ അത് കൂടാണ്ട് ഡാഡിയുടെ ബ്രദറിന് അത്യാവശ്യം ഒരു ചെറിയ കുഞ്ഞ് കളക്ഷൻ ബുക്സ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം. അതിൽ ഫിക്ഷൻ ഉണ്ടായിരുന്നു, പോയിട്രി ഉണ്ടായിരുന്നു, ഹിസ്റ്ററി, സഭാചരിത്രം, എവറിത്തിങ്. അപ്പം ഞാൻ കുത്തിയിരുന്നൊക്കെ വായിക്കും. പിന്നെ എസ്പെഷ്യലി റീഡേഴ്സ് ഡൈജസ്റ്റിനകത്തും അതുപോലെ ഈ മറ്റ് മാഗസിൻസിലേക്ക് പല സ്റ്റോറീസും ഹെഡ്ലൈൻസും ഒക്കെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യുവാൻ എനിക്ക് എന്തോ അതിൻ്റെ മനസ്സിൽ പതിഞ്ഞു കിടപ്പുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത് 88 ഞാനന്ന് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കേരളത്തെ നടുക്കിയ പെരുമൺ തീവണ്ടി അപകടം. ഞങ്ങളുടെ നാട്ടിലായിരുന്നു. പാലത്തിൽ കൂടെ പോയിരുന്ന തീവണ്ടി മറിഞ്ഞ് അഷ്ടമുടിക്കായലിലേക്ക് വീണ് 100 കൂടുതൽ പേര് മരിച്ചു ആ ദുരന്തത്തിൽ. അപ്പം ആ നെക്സ്റ്റ് മന്ത് വന്ന റീഡേഴ്സ് ഡൈജസ്റ്റിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ദ ഡേ ദി ഐലൻഡ് എക്സ്പ്രസ് ഫെൽ. അതിന്റെ താഴെ അന്ന് കളർ പിക്ചേഴ്സ് ഒക്കെ ഭയങ്കര റെയറാ. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗമാണല്ലോ, ബിക്കോസ് കളർ വാസ് വെരി എക്സ്പെൻസീവ്. അപ്പോൾ ആ കളർ പടം ഒരു ബോഗി തൂങ്ങിക്കിടക്കുന്നത്, ആ പാലത്തിന് ഇങ്ങനെ തൊട്ടില്ല എന്ന് പറഞ്ഞ് വെള്ളത്തിലേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്, വളരെ പോഗ്നന്റ് ആയിട്ടുള്ള ഒരു ചിത്രം. ആൻഡ് ദ നെറേറ്റീവ് വാസ് ശരിക്കും നമ്മൾ കരഞ്ഞു പോകും. കാരണം ചില ഹൃദയസ്പർശിയായിട്ടുള്ള ചില ഇൻസിഡൻസ് ഉണ്ട്, മിറാക്കുലസ് എസ്കേപ്സിന്റെ ഉണ്ട്, ഹീറോയിക് ഡീഡ്സ് ഓഫ് ഫിഷർമെൻ റെസ്ക്യൂയിങ് ദ പീപ്പിൾ, പിന്നെ ടെക്നിക്കൽ ഡീറ്റെയിൽസ്, മറ്റേ ഇതിന്റെ കപ്ലിങ്, അത് പ്രഷർ, അതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ഇപ്പം കുറേ ഒന്നും മനസ്സിലാകില്ല, പക്ഷേ ലാംഗ്വേജ്. അപ്പം അങ്ങനെ വായിക്കുന്ന പലതും അത് ഇങ്ങനെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മാൻഡേറ്ററി ആയിട്ടും പത്രം വായിക്കാൻ ഫാദർ പറഞ്ഞു, വിച്ച് ഐ യൂസ് ടു ഡു. ഞാൻ പൊളിറ്റിക്സ് ഒന്നും വായിക്കില്ല, സോഫ്റ്റ് സ്റ്റോറീസ്, സിനിമ. പിന്നെ അന്ന് ബൈ ദ mid-90s വി ഹാഡ് വാട്ട് യു കോൾ ദ സ്വോർഡ് ഓഫ് ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, ഒരു സീരീസ് ഉണ്ടായിരുന്നു. അപ്പം അത് ഹിന്ദിയിലായതുകൊണ്ട് മനോരമ ഒരു പേജിനകത്ത് ആ അന്നത്തെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് മലയാളത്തിൽ തരും. അപ്പം സിനിമ പേജ്, അപ്പം അതിനകത്തും ആ സെഗ്മെന്റിൽ പിന്നെ സിനിമ വാർത്തകളൊക്കെ ഉണ്ടാകും. പിന്നെ ചില ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറീസ്. കാരണം അന്ന് നമുക്ക് ഈ വേറെ TV-യിൽ അങ്ങനെ ഈ പുറത്തെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. കേബിൾ TV വന്നപ്പോഴാണ് വി ഗോട്ട് എക്സ്പോസ് ടു വാട്ട് ഇസ് ഹാപ്പനിങ് ഔട്ട് സൈഡ്. മറ്റേത് മനോരമയിൽ വരുന്ന മറ്റേ വേൾഡ് ന്യൂസും അല്ലെങ്കിൽ ഇങ്ങനത്തെ ചില നുറുങ്ങ് വാർത്തകൾ, പിന്നെ ചില മാഗസിൻസ്, ഇന്ത്യ ടുഡേ, റീഡേഴ്സ് ഡൈജസ്റ്റ്, അങ്ങനത്തെ മാഗസിൻസിലെ കൂടെയൊക്കെ നമുക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ വായിക്കുമ്പോഴൊക്കെ ഈ ചില ഹെഡിങ്സ് ഒക്കെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്, ചില യൂസേജസ്, പ്രയോഗങ്ങൾ, ഭാഷാ പ്രയോഗങ്ങൾ. അത് ഇംഗ്ലീഷിലാണെങ്കിൽ ശരി, മലയാളം ആർട്ടിക്കിളാണെങ്കിലും അതൊക്കെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. പക്ഷെ അന്നും എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു ഈ വാക്കുകൾ കൊണ്ട് പിന്നീട് ജീവിക്കേണ്ടി വരും, ദിസ് വിൽ ബി മൈ ബ്രെഡ് ആൻഡ് ബട്ടർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ ആ ഒരു ഫാസിനേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ സർ, ഇപ്പോൾ എല്ലാവരും മെയിനായിട്ട് നേരിടുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ റീഡ് ചെയ്യും, പക്ഷേ അത് മെമ്മറി റിറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല ആ റീഡ് ചെയ്ത കാര്യങ്ങൾ. ഹൗ ഡു യു ഡു ദാറ്റ്? ദാറ്റ് ഈസ് ബിക്കോസ് അതൊരു സൂപ്പർഫിഷ്യൽ ലെവൽ ഓഫ് റീഡിങ് ആയതുകൊണ്ടായിരിക്കാം. ഇപ്പം എൻ്റെ റീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാഷൻ എന്നൊരു സംഭവമുണ്ട്. ഇപ്പം എനിക്ക് വെറൈറ്റി ഓഫ് ബുക്സും ന്യൂസ് പേപ്പേഴ്സും മാഗസിൻസും വായിക്കുന്നുണ്ടല്ലോ സർ, ഈ ഇൻഫർമേഷൻ എല്ലാം എങ്ങനെ റീറ്റെയിൻ ചെയ്യുന്നതാണ്? എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഐ ക്യാൻ സേ ഫ്രം എക്സ്പീരിയൻസ്, ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ചില മേഖലകളുണ്ട്, സാഹിത്യം അല്ലെങ്കിൽ ഹിസ്റ്ററി പ്രത്യേകിച്ച്. അപ്പം ഐ ക്യാൻ റിമെമ്പർ ഡേറ്റ്സ്, ഇപ്പം സാഹിത്യമാണെങ്കിൽ ചില യൂസേജസ്, ചില പ്രയോഗങ്ങൾ, ചില ബ്യൂട്ടിഫുൾ ലൈൻസ്, ചില ബ്യൂട്ടിഫുൾ കോഡ്സ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം എനിക്ക് മിസ്റ്ററി ഒത്തിരി ഇഷ്ടമാണ്. അപ്പം മിസ്റ്റിക്കലായിട്ടുള്ള, ക്രിപ്റ്റിക് ആയിട്ടുള്ള പല അതൊക്കെ എനിക്ക് ഓട്ടോമാറ്റിക്കലി പതിയും മനസ്സിൽ. അത് മാത്രമല്ല, ഞാൻ എന്നിട്ട് വെൻ ഐ ട്രാവൽ, വെൻ ഐ എം എലോൺ, എസ്പെഷ്യലി ബസ്, ട്രെയിനിലൊക്കെ ഒറ്റയ്ക്കിരിക്കുമ്പം ഐ തിങ്ക് ഓൺ ദീസ് തിങ്സ്. എന്നിട്ട് ഇപ്പം ഞാൻ ജേർണലിസത്തിലേക്കൊക്കെ വന്നതിന് ശേഷം ഐ തിങ്ക് ഓഫ് പുട്ടിങ് ഇറ്റ് ഇൻ എ ബെറ്റർ വേ. ഞാൻ എഴുതിയ എങ്ങനെ ഇരിക്കും,
ഹൗ ക്യാൻ ഐ റീക്രിയേറ്റ് ദറ്റ് സെയിം തിങ്? അതിൽ വന്നതിനെക്കാട്ടി എനിക്ക് കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ക്രിയേറ്റീവ് റൈറ്റിങ്ങിലൊക്കെ ഇത്രയും ദൂരം സഞ്ചരിക്കാൻ പറ്റിയതും ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റിയതും. ബേസിക്കലി പാഷൻ വേണം. പാഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് വായിച്ചാലും അത് ജസ്റ്റ് എന്താ പറയുക, ഈ ചേമ്പലയുടെ പുറത്ത് വെള്ളം ഒഴിക്കുന്നത് പോലെയാണ്, അത് ഒഴുകി പോകത്തേ ഉള്ളൂ. അത് ഒരിക്കലും മനസ്സിൽ പതിയില്ല. സോ ഡു യു ഹാവ് ദിസ് ഹാബിറ്റ് ഓഫ് റൈറ്റിംഗ് തിങ്സ്? ഇപ്പം ഇങ്ങനെ ഒരു ഇത് പറയുമല്ലോ, നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് എഴുതി നോക്കിയാൽ മേ ബി ഇറ്റ്. എനിക്ക് ആദ്യമില്ലായിരുന്നു, പക്ഷേ ഞാൻ എൻ്റെ പ്രൊഫസർ മിസ്റ്റർ ഇഗ്നേഷ്യസ് ഗോൺസാൽവസ് എപ്പോഴും പറയുമായിരുന്നു, പേനയും കടലാസും എപ്പോഴും ഒരു ജേർണലിസ്റ്റിൻ്റെ കൂടെ ഉണ്ടാകണം. ഒരു രസകരമായ അല്ലെങ്കിൽ കൗതുകകരമായ ഒരു കാര്യം കാണുന്നു, കുറിച്ച് വെക്കരുത്. അല്ലെങ്കിൽ വളരെ ക്യാച്ചി ആയിട്ടുള്ള ഒരു സംഭവം, ചിലപ്പോൾ ഒരു വാൾ പോസ്റ്ററിലെ ഒരു ലൈനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹോർഡിങ്ങിൽ ഒരു വരിയായിരിക്കാം. ഇപ്പം മെട്രോ പില്ലറിലൊക്കെ നമ്മൾ എന്തോ ഒരു ആഡ്സ് കാണുന്നു, ചിലത് വളരെ ക്യാച്ചിയാണ്. അപ്പോൾ ആ സാറ് പറഞ്ഞതിന് ശേഷം ഞാൻ പലപ്പോഴും ഞാൻ എഴുതി വെക്കാറുണ്ട്. ആൻഡ് ദെൻ ഓവർ ദി ഇയേഴ്സ് ഐ റിയലൈസ്ഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഇഫ് യു വോണ്ട് ബി എ ഗുഡ് റൈറ്റർ, അതിപ്പോൾ ഫിക്ഷൻ ആണെങ്കിലും ജേർണലിസം ആണെങ്കിലും ക്രിയേറ്റീവ് റൈറ്റിംഗ് ആണെങ്കിലും, യു ഷുഡ് ഹാവ് എൻ ഓപ്പൺ മൈൻഡ്. മനസ്സൊരു തുറന്ന പുസ്തകമായിരിക്കണം. എന്നിട്ട് എല്ലാ ദിവസവും നമ്മൾ എണീക്കുമ്പം നമുക്ക് എനിക്ക് എല്ലാം അറിയാമെന്നുള്ളൊരു ധാരണയിലായിരിക്കരുത്. ഇന്ന് എനിക്ക് എന്ത് പഠിക്കാൻ പറ്റും, വാട്ട് ക്യാൻ ഐ ലേൺ ടുഡേ. ഇപ്പം ഞാനിപ്പോൾ 20+ years ആയി പ്രൊഫഷനിൽ, ബട്ട് ഐ ഹാവ് ആബ്സല്യൂട്ട്ലി നോ ഈഗോ ഇഷ്യൂസ് ലൈക്ക് ലേണിംഗ് സംതിങ് ന്യൂ ഫ്രം എ ഫ്രഷർ. ഒരു ഫ്രഷർ ആയിട്ടുള്ള സംസാരത്തിൽ ഞാൻ പലതും പഠിക്കുന്നുണ്ട്, ജെൻസിയുടെ പല കാര്യങ്ങളും, അല്ലെങ്കിൽ അവരുടെ പല ശൈലികൾ, പ്രയോഗങ്ങൾ, അവരുടെ ചില ട്രെൻഡ്സ്. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും ഒരു പുതിയ ലേണിംഗ് എക്സ്പീരിയൻസാണ്. അല്ലാണ്ട് ഞാൻ ഒരു ക്ലോസ്ഡ് ബുക്ക് പോലെ ഞാൻ എല്ലാം പഠിച്ചു എനിക്കെല്ലാം അറിയാനോ. എനിക്കിപ്പോഴും ഗ്രാമറിൽ സംശയങ്ങൾ വരാറുണ്ട്. കാരണം ഇറ്റ് ഇസ് നോട്ട് എ നേറ്റീവ് ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അത് എന്നും തേച്ച് മിനുക്കിയാലേ അത് പോളിഷ് ചെയ്യുള്ളൂ. അപ്പം ഞാൻ എന്നും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പം എല്ലാം ഓൺലൈനിലുണ്ടല്ലോ, ഇറ്റ്സ് സച്ച് എ ബ്ലെസ്സിങ്. ഇന്നത്തെ ആ ഒരു എന്താ പറയുക, ഒരു ഇൻഫർമേഷൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ, സ്മാർട്ട് വേൾഡ്, എവറിത്തിങ് ഇസ് സ്മാർട്ട് നൗ, എവറിത്തിങ് ഇസ് അവൈലബിൾ അറ്റ് യുവർ ഫിംഗർ ടിപ്സ്. മുമ്പ് അങ്ങനെയല്ല. ഇന്നേക്ക് മുമ്പൊരു സംശയം വന്നു കഴിഞ്ഞാൽ ഡിക്ഷണറി, ഗ്രാമർ ബുക്ക്, അല്ലെങ്കിൽ ഫോൺ ചെയ്ത് ഏതെങ്കിലും ഒരു സാറിനടുത്ത് ചോദിക്കണം, എനിക്കിങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്, ഇസ് ഇറ്റ് കറക്റ്റ്. ഇപ്പം അതല്ല, AI ഉണ്ട്, പിന്നെ നമുക്ക് സോ മെനി ടൂൾസ് അതെ, ഓൺലൈൻ ടൂൾസ് അതെ, ടു ക്ലാരിഫൈ യുവർ ഡൗട്ട്സ്. അപ്പം എവറി ഡേ ഷുഡ് ബി എ ലേണിംഗ് എക്സ്പീരിയൻസ്. എഴുതി വെക്കണം, ആസ് യു സെഡ്. Like everyone sees usually, the final article, like a newspaper അല്ലെങ്കിൽ magazine ആണെങ്കിലും ആ ഒരു ഫൈനൽ സാധനം എല്ലാവരും കാണാറുള്ളൂ. And nobody knows, like people hardly knows what goes into getting it. So could you take me into one of the first stories that really tested you, like in terms of ethical dilemmas അല്ലെങ്കിൽ എന്താ, like emotional vulnerability, like something that made you go like, okay, so this is not what people think this job is, നിങ്ങൾ ഇമാജിൻ ചെയ്യുന്ന പോലെ അല്ല ഈ ജോബ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ വെരി ഫസ്റ്റ് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ചലഞ്ചിങ് എന്ന് മാത്രമല്ല, ഇറ്റ് കെയിം ലൈക്ക് എ റൂട്ട് ഷോക്ക് ടു മീ. അപ്പം ഞാൻ വീക്കിലി ജോയിൻ ചെയ്തു, ആൻഡ് ഐ ഓൾറെഡി ടോൾഡ് മൈ മെൻറ്റേഴ്സ്, മൈ സീനിയേഴ്സ് ഹു വർ ഗ്രൂമിങ് മീ, ദറ്റ് ഐ എം നോട്ട് എ മാൻ ഓഫ് സ്പോർട്സ്. കാരണം ഞാൻ ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം ഞാൻ ഒട്ടും ആക്റ്റീവ് ആയിരുന്നില്ല, ഞാൻ ബുക്കിഷ് ഒരു നേർഡി ടൈപ്പ് ആയിരുന്നു. അപ്പം ബുക്സാണ് എൻ്റെ ഇത്. ഞാൻ പറഞ്ഞു എനിക്ക് ഫിനാൻസും സ്പോർട്സും ഒഴിച്ചുള്ള ബാക്കി എന്ത് കോപ്പീസും ഞാൻ ചെയ്യാം, ഐ മീൻ എഡിറ്റിംഗ് പാർട്ട്. റൈറ്റിംഗ് ആണെങ്കിലും സ്പോർട്സും ഫിനാൻസും ഒഴിച്ച് ഞാൻ ബാക്കി എന്തും ഞാൻ ചെയ്തോളാം. അപ്പോൾ അവർ തല കുലുക്കി. ബട്ട് ദ ഫസ്റ്റ് റൈറ്റിംഗ് അസൈൻമെൻറ്റ് ഐ ഗോട്ട്, ഫസ്റ്റ് ഫീച്ചർ സ്റ്റോറി സ്പോർട്സ് ആയി പോയി. ഓക്കേ, സോ വാട്ട്സ് ദി പ്രോബ്ലം വിത്ത് സ്പോർട്സ്? അങ്ങോട്ട് ഫീൽഡിൽ ഇറങ്ങി ചെയ്യേണ്ടതുകൊണ്ടാണോ? ഫീൽഡ് എന്ന് വെച്ചാൽ എനിക്ക് സ്പോർട്സ് ഞാൻ കാണാറില്ല, ഒന്നാമത് ഞാൻ വാച്ച് ചെയ്യാറില്ല. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വീട്ടിൽ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ക്രിക്കറ്റ് മാച്ച് കാണുമ്പം ഐ വിൽ ബി ദി ഓൺലി പേഴ്സൺ റീഡിങ് സംതിങ്. ഐ നോ ഹൂ ദ പ്ലേയേഴ്സ് ആർ. അപ്പോൾ ഇന്ത്യയുടെ മാച്ചാണ്, ഞാൻ പറയും സോ വാട്ട്. സൗത്ത് ആഫ്രിക്കയുടെ മാച്ചാണ്, സോ വാട്ട്. ഓക്കേ, യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. സ്പോർട്സ് വാസ് നെവർ മൈ കപ്പ് ഓഫ് ടീ. കൂടി വന്നാൽ വല്ലപ്പോഴും കൂടി ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പ് ഒക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് ബ്രസീലിൻ്റെ കളിയൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പം അത് ചിലപ്പോൾ ഇരുന്ന് കാണും. അല്ലാണ്ട് ഐ വാസ് നെവർ എ സ്പോർട്സ് പേഴ്സൺ. ഇപ്പോഴും അതെ, സ്പോർട്സ് ഒന്നും ഞാൻ അങ്ങനെ കാണാറേ ഇല്ല. ഞാൻ ആ സമയത്ത് പോയി എന്തെങ്കിലും വായിക്കുകയാണ് ചെയ്യുന്നത്. മൈ ഫസ്റ്റ് അസൈൻമെൻറ്റ് വാസ് to go and do a story on this lady called Bentla Dikoth.
Okay. Bentla Dikoth was the first Indian lady to get a FIFA qualification as a referee in the World Cup. Okay. അതായത് ഫിഫയുടെ ക്വാളിഫിക്കേഷനാണ് Yeah. അവർ നേടിയത്. ഷി വാസ് എ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ആണോ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ? യാ Okay. So you had to go to her. യാ ഐ ഹാഡ് ടു ഡു എ സ്റ്റോറി ഓൺ ഹെർ. Uh-huh. അപ്പം ഇത് മനോരമയിൽ ഓൾറെഡി അവരെ പറ്റി വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ മെൻറ്റർ പറഞ്ഞു പോയി ഒരു സ്റ്റോറി ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല. യു ഹാവ് ടു ഡു ഇറ്റ്, സ്റ്റോറി ഹാസ് ടു കം. അപ്പോഴാണ് ഡെഡ് ലൈൻ, Yeah. പ്രഷർ, Uh-huh. അറിയാത്ത, അതായത് നീന്തൽ അറിയാത്ത ഒരാളെ പിടിച്ച് പുഴയിലേക്ക് ഇടുന്നത് പോലെയായിരുന്നു. അപ്പം ഞാൻ സഞ്ജീവ് എടുത്ത് ഞാൻ ബസ് കയറി ഐ വെൻ ടു ബോൾഗാട്ടി. ഷി വാസ് സ്റ്റേയിങ് ഇൻ ബോൾഗാട്ടി, ഈ ബെൻറ്റ്ല ഡിക്കോത്ത്. അങ്ങനെ ബോൾഗാട്ടി പോയി അവരുമായിട്ട് സംസാരിച്ചു, കുറേ കാര്യങ്ങളൊക്കെ ഇത് ചെയ്തു. എന്നിട്ട് ഞാൻ വന്നു, ആദ്യം എഴുതി, അത് ക്രാപ്പാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ മെൻറ്റർ പറയുന്നത് നീ പഠിച്ച സംഭവമല്ല, ഇത് ന്യൂസ് റിപ്പോർട്ടല്ല, ഒരു സ്റ്റോറി, ഫീച്ചർ സ്റ്റോറിയാണ് വേണ്ടത്. Okay. So what's the difference between that? This is not mere who, when, what, how. അല്ലാണ്ട് ഒരാൾ ബസ് ഇടിച്ച് മരിച്ചു, ഓക്കെ, അതിനകത്ത് വേറെ ഒന്നും എഴുതാനില്ല. അയാൾ റോഡ് ക്രോസ് ചെയ്തപ്പോൾ വണ്ടി ഇടിച്ചു മരിച്ചു, ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി. ദിസ് ഇസ് യു ആർ റൈറ്റിംഗ് എ ഫീച്ചർ സ്റ്റോറി ഓൺ ദിസ് ലേഡി. ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കണം. അതിനകത്ത് യു ഹാവ് ടു ബ്രിങ് ദ റീഡേഴ്സ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇങ്ങനെ എൻ്റെ അടുത്ത് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. നീ എന്തൊക്കെ ചോദിച്ചു? ഞാൻ പറഞ്ഞു എത്ര മണിക്ക് എണ്ണീക്കും, പ്രാക്ടീസ് ഇതൊക്കെ പറഞ്ഞു. there lies your introduction. അപ്പോൾ ഇവർ വെളുപ്പിന് എണ്ണീക്കും. അപ്പോൾ ആ ഗ്രൗണ്ടിൽ ഷോർട്സ് ഇട്ട് ഇവർ വരും. അപ്പോൾ ആ നാട്ടുമ്പുറത്ത് അന്ന് ഓടുന്നതൊരു കൗതുകമായിരുന്നു. അപ്പം അപ്പോൾ എല്ലാവരും മതി ബെൻറ്റ്ല ഓടാൻ പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പറഞ്ഞു അത് വെച്ച് അത് മതി. അപ്പോൾ എന്നെക്കൊണ്ട് തിരുത്തും, പിന്നെ എഴുതിക്കും. അങ്ങനെ സ്റ്റോറി ഞാൻ എഴുതി. എന്നിട്ട് പറഞ്ഞു നീ ആദ്യം എഴുതിയതും ഇപ്പോൾ എഴുതിയതും നോക്ക്, ഇപ്പം നിനക്കൊരു കോൺഫിഡൻസ് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഇപ്പം ഒരു ചെറിയ കോൺഫിഡൻസ് ഉണ്ട്, ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. ദിസ് ഇസ് ഹൗ യു ആർ ഗോയിങ് ടു റൈറ്റ് സ്റ്റോറീസ് ഫോർ ദ വീക്ക് മാഗസിൻ. കഥകൾ എഴുതുക, കഥ പറയുകയാണ് നീ ബേസിക്കലി ചെയ്യുന്നത്. അപ്പം വേർഡ്സ് വെച്ച് കളിക്കാൻ പഠിക്കണം, ശൈലികൾ മാറ്റി പിടിക്കണം. പിന്നെ പിന്നെ എന്നിട്ട് പറഞ്ഞു ഇനി കൂടുതൽ ചെയ്യുമ്പോൾ കൂടുതൽ രസകരമായ രീതിയിൽ ഇൻട്രൊഡക്ഷൻസ് എഴുതാൻ സാധിക്കണം. ഇതിപ്പോൾ നീ ഇങ്ങനെയാണ് ചെയ്തത്, ഇനി വേറൊരു രീതിയിൽ ഇതിനെ കൊണ്ടുവരാം. ഇതുപോലത്തെ ഒരു യൂഷ്വലി സാറിന്റെ അപ്രോച്ച് എങ്ങനെ ഇപ്പോഴൊക്കെ? അപ്പം ആ മെത്തഡോളജിയാ. അപ്പം ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിക്കും, പിന്നെ ആ ആംബിയൻസ് ഞാൻ നോട്ടീസ് ചെയ്യും ആ വ്യക്തിയെ പറ്റിയുള്ള. അപ്പോൾ ഫോർ എക്സാമ്പിൾ അതൊരു ഒരു പേഴ്സണാലിറ്റി സ്റ്റോറി ആണെങ്കിൽ ചിലപ്പോൾ ആ പേഴ്സൺ ഞാനുമായിട്ട് മീറ്റ് ചെയ്യുന്ന ആ സ്ഥലത്തെ ആംബിയൻസും ആ പേഴ്സണാലിറ്റിയുടെ ഡ്രസ്സ്, ഹെയർ, ഇറ്റ്സ് എ ലേഡി, ഇപ്പോൾ ജെൻസ് ആണെങ്കിൽ ആക്സസറീസ് എല്ലാം വെച്ചിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ഒരു വേർബൽ പോർട്രേറ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ഇൻട്രൊഡക്ഷൻ ക്രാഫ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ആ വ്യക്തി വരുന്ന കാറായിരിക്കാം. സോ ഫോർ എക്സാമ്പിൾ ഇഫ് ദറ്റ് പേഴ്സൺ ഇസ് കമ്മിങ് ഇൻ എ സ്പോർട്സ് കാർ, ദാറ്റ് ഇറ്റ്സെൽഫ് ഇസ് എ ഗുഡ് ഇൻട്രോ. അതിൻ്റെ കളറും അതിൻ്റെ ഇതും ഇറങ്ങുമ്പോൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ്. ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല, നമ്മൾ സംസാരിച്ച് വരുമ്പം ആ വ്യക്തി പറയുന്ന ഭയങ്കര സ്കാരി അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രീഗിങ് ആയിട്ടുള്ളൊരു അനക്ഡോട്ട്, ആ വ്യക്തിക്ക് സംഭവിച്ചൊരു കാര്യം, ചിലപ്പോൾ അതായിരിക്കും ഞാൻ എൻ്റെ ഒരു ഇൻട്രോ ആക്കുന്നത്. അതും ഞാൻ ഈ വീക്കിൽ വർക്ക് ചെയ്തപ്പം അവർ പഠിപ്പിച്ചത്, എൻ്റെ സീനിയേഴ്സ് പഠിപ്പിച്ചു തന്നതാണ്. ഇങ്ങനെ നമ്മൾ പലതും വെച്ചിട്ട് വേണം നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യാനായിട്ട്. സസ്പെൻസ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ആളെ ഡിസ്ക്രൈബ് ചെയ്ത്, അല്ലെങ്കിൽ വളരെ ജെൻറ്റിലായിട്ട്, ചിലത് ഒരു ജസ്റ്റ് ഒരു ജെൻറ്റിൽ കോട്ട് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഖലീൽ ഗിബ്രാൻ്റെയോ അല്ലെങ്കിൽ പൗലോ കൊയലിയോടെയോ ഒരു കോട്ട് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ which story you are doing. Yeah. Okay. So I personally think journalism demands a lot, like mentally, emotionally, especially when it comes to covering stories where human suffering, അല്ലെങ്കിൽ conflict, അല്ലെങ്കിൽ violence is involved. It's not as glamorous as people think. It's pretty messy, but it's also deeply human. But is there a story that stayed with you long after you covered it? Yes. I was working with the Week magazine, but basically I was behind the scene at the desk. But we had all the freedom, suggest ideas, and also even do stories.
സോ ഇപ്പോൾ ആയിരിക്കുമ്പോൾ നമുക്ക് കൂടുതലും എഡിറ്റിംഗ് ആണല്ലോ. അവിടെയും നമുക്ക് എഡിറ്റിംഗ് മാത്രമല്ല റീറൈറ്റിംഗും ഉണ്ട്. വളരെ ഷിറ്റി ആയിട്ടുള്ള കോപ്പീസ് വരുമ്പോഴത്തേക്കും യു ഹാവ് ടു വെളുപ്പിച്ചെടുക്കണം. ചിലത് വെളുപ്പിക്കൽ നടക്കില്ല. യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഫോർ ദം. അതാണ് സങ്കടം വരുന്നത്. ക്രെഡിറ്റ് കൊണ്ടുവന്ന ആരാ? ആ റിപ്പോർട്ടറാണ് കൊണ്ടുവന്നത്, ഇല്ലേ? ചിലപ്പോൾ അതിന് അവന് അവാർഡും കിട്ടും, അല്ലെങ്കിൽ ഒരു ഇന്റേണൽ അപ്രീസിയേഷൻ ഒക്കെ കിട്ടും. പക്ഷെ അതിന് മുമ്പിൽ സ്വെറ്റ് ചെയ്ത് ടെൻഷൻ അടിച്ച് ചത്ത സബ് എഡിറ്ററിനെ ചിലപ്പോൾ ആരും ഓർക്കില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴും നമുക്ക് മനോരമ അങ്ങനെ ഒരു ഫ്രീഡം നമുക്ക് തരുമായിരുന്നു, നമുക്ക് സ്റ്റോറീസ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ അങ്ങനെ ആക്റ്റീവ് റിപ്പോർട്ടിംഗ് അങ്ങനെ കുറച്ച് ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആക്റ്റീവ് റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഹാർട്ട് ന്യൂസ് ആയിട്ടൊക്കെ നമ്മൾ പോയി ചെയ്യുമല്ലോ റിപ്പോർട്ടിംഗ്. അത് എനിക്ക് വളരെ അങ്ങനത്തെ കുറച്ച് ഇൻസിഡൻസേ ഉള്ളൂ. ഞാൻ കൂടുതലും ഫീച്ചർ ഇതായിരുന്നു, ബിഹൈൻഡ് ദ സീൻസ് ആയിരുന്നു. പക്ഷെ ഞാൻ ചെയ്ത ഇത് എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അന്നാണ് ആസ് യു മെൻഷൻഡ് ഹ്യൂമൻ സഫറിങ് എന്താണെന്നും ഈ ഹ്യൂമൻ എൻഡ്യൂറൻസ് എന്താണെന്നും ഇൻജസ്റ്റിസ് എന്താണെന്നും ഞാൻ ഇത്ര അടുത്തിരുന്ന് ഞാൻ കണ്ടത്. ദാറ്റ് വാസ് വെൻ ഐ വെൻറ്റ് ടു ഒഡീഷ. ഒഡീഷയിൽ mid-2000s there was a huge riot in കാന്തമാൽ ഡിസ്ട്രിക്ട്. കാന്തമാൽ അവിടുത്തെ ഒരു ട്രൈബൽ ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ അവിടുത്തെ ക്രിസ്ത്യൻ ട്രൈബൽ പോപ്പുലേഷനെ ടാർഗറ്റ് ചെയ്തായിരുന്നു. അതായത് അവിടെ ഒരു സ്വാമിജി വാസ് ദർ. ഹിസ് നെയിം വാസ് ലക്ഷ്മണാനന്ദ സരസ്വതി. ആൻഡ് ദ സ്വാമിജി വാസ് കിൽഡ് ബൈ മാവോയിസ്റ്റ്. ബട്ട് ദി നറേറ്റീവ് വാസ് ദാറ്റ് ദി കില്ലിംഗ് വാസ് ഓർക്കസ്ട്രേറ്റഡ് ബൈ ദ ക്രിസ്ത്യൻ ചർച്ച്. ആൻഡ് റൈറ്റ് വിങ് ആക്ടിവിസ്റ്റ് ഒഡീഷയിൽ നിന്ന് മാത്രമല്ല പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നു എന്നാണ് പറയപ്പെടുന്നത്. അവിടെ താണ്ഡവവാടി എൻറ്റയർ വില്ലേജസ് ക്രിസ്ത്യൻ ഹൗസസ് ബേൺഡ്, ലൂട്ടഡ്. പിന്നെ സ്ത്രീകളെ ഉപദ്രവിച്ചു. ആൻഡ് വൺ നൺ വാസ് ഗാങ് റേപ്ഡ് ആൻഡ് ഷി വാസ് പരേഡഡ് നേക്കഡ്. പള്ളികൾ കത്തിച്ചു. ഭയങ്കര സംഭവമായിരുന്നു കന്തമാൽ റയറ്റ്സ് എന്ന് പറഞ്ഞാൽ. ആ റയറ്റ്സ് നടന്ന് ഒരു വർഷം തികഞ്ഞപ്പോഴാണ് അവിടെ ഇലക്ഷൻ സമയത്ത് വി ഹാഡ് എ മീറ്റിംഗ് ടു സജസ്റ്റ് ഐഡിയാസ്. ഞാൻ അറിയാണ്ട് സജസ്റ്റ് ചെയ്തു പോയി, കാന്തമാലിൽ കൂടെ ആരെങ്കിലും പോയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ? വാട്ട്സ് എ സിറ്റുവേഷൻ ദേ? വാട്ട് ആർ ദീസ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഡൂയിങ് അബൌട്ട് ദീസ് പീപ്പിൾ? അവിടെ ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിൽ ഇങ്ങനൊരു ജനസമൂഹം ഉണ്ടോ, ഈ റൈറ്റ്സിൻ്റെ വിക്ടിംസ്? രഞ്ജിത്ത്, pack your bags, you are going to doing the story. I couldn't eat my words. പറഞ്ഞും പോയി, സജസ്റ്റും ചെയ്തു പോയി. പക്ഷെ ദാറ്റ് വാസ് ആസ് യു സെഡ്. ഞാൻ അവിടെ ചെന്നു. ഐ വാസ് ടേക്കൺ ടു ദീസ് ക്യാമ്പ്സ്. അപ്പോൾ അവിടെ ഞാൻ ചെല്ലുമ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഒരു CRPF കാവലുള്ളൊരു ക്യാമ്പിൽ പോണത്. ഒരു ഗണ്ണൊക്കെ ഇത്ര ക്ലോസ് ഇതിൽ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്, ലോഡഡ് ഗൺ. ഐ സ്പോക്ക് ടു ദ സർവൈവേഴ്സ്. ഇപ്പം ഞാൻ ക്യാമ്പിൽ ചെല്ലുമ്പോൾ ഐ സ്പോക്ക് ടു വൺ മദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുട്ടികളെ പ്രസവിച്ച് ട്വിൻസ് ആയിരുന്നു. അധികം ദിവസം ആയിട്ടില്ല. അവരാ നിറവയറുമായിട്ട് ഈ ആക്രമിക്കാനും കൊല്ലാനും വന്നപ്പോൾ അവർ കാട്ടിക്കൂടെ രക്ഷപ്പെട്ടതും. പിന്നെ ഐ സ്പോക്ക് ടു ദ ബ്രദർ ഓഫ് എ പ്രീസ്റ്റ് ഹു വാസ് കിൽഡ്. അപ്പം അയാൾ പറഞ്ഞു, എനിക്ക് ആരോടും സങ്കടം ഇതില്ല, ബിക്കോസ് മൈ ബ്രദർ ഡൈഡ് ഫോർ ഹിസ് ഫെയ്ത്ത്. അപ്പം എനിക്കത് പല രീതിയിൽ ഏത് ഫെയ്ത്ത്, ഞാനും ക്രിസ്ത്യാനിയാണ്, ബട്ട് ഐ സോ എ പേഴ്സൺ ഹു വാസ് ഫോർഗിവിങ് ഹിസ് ബ്രദേഴ്സ് കില്ലേഴ്സ്, സെയിങ് മൈ ബ്രദർ ഡൈഡ് ഫോർ ഹിസ് ഫെയ്ത്ത്, ഹീസ് ഇൻ ഹെവൻ. സോ ഞങ്ങൾക്ക് ആരോടും പരാതിയില്ല, പരിഭവമില്ല. പിന്നെ ഈ ദിസ് മദേഴ്സ് റെസിലിയൻസ്, ആൻഡ് ഷീ വാസ് ടെല്ലിങ് മീ, ഐ ഹോപ്പ് ദറ്റ് മൈ കിഡ്സ് വിൽ ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. അപ്പം ആ മദറിൻ്റെ ആ ഒരു കോട്ട് വെച്ചായിരുന്നു എൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ. ആ മദറിൻ്റെ കണ്ണിൽ ഇതിലുള്ള. പിന്നെ വൺ പേഴ്സൺ ടോൾ മീ, സർ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. അപ്പം ക്യാബിന് പുറത്തോട്ട് നോക്കിയപ്പം ഒരു റോഡിനപ്പുറത്ത് ഇങ്ങനെ കുറേ സ്ഥലം കരിഞ്ഞു കിടക്കുന്നു. അതായിരുന്നു എൻ്റെ നെൽകൃഷിയുള്ള സ്ഥലം. ആ വീട് കണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, യെസ്, അവിടെ എൻ്റെ സാധനങ്ങൾ എപ്പോഴും ഉണ്ട്, പക്ഷേ എൻ്റെ ആ വീട്ടിൽ എനിക്ക് കാലുകുത്താൻ പറ്റില്ല. കാരണം റൈറ്റ് വിങ് ആളുകൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മതം അറിയാൻ മാത്രമേ അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇൻജസ്റ്റിസ്, അക്രമം, ഇപ്പോൾ ഒരാളുടെ സമ്പാദ്യമല്ലേ ഒരു വർഷത്തെ കൃഷി മൊത്തം കത്തിച്ച് കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ സോ യങ്സ്റ്റേഴ്സ് ഹൂസ് എഡ്യൂക്കേഷണൽ നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ക്ലാസ് 10 സർട്ടിഫിക്കറ്റ്സ്, +2 സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കത്തിച്ചു ഇതായി. പിന്നെ ഈ ആ ട്രൈബൽസിൻ്റെ ഇടയ്ക്ക് ഒത്തിരി പേർക്ക് ജോലി ഉണ്ടായിരുന്നു, അവർ എഡ്യൂക്കേറ്റഡ് ആയിരുന്നുകൊണ്ട്. അപ്പോൾ അവർ ആ കിട്ടുന്ന സമ്പാദ്യത്തിൻ്റെ ഒരു കുഞ്ഞ് വീട് വെച്ചു, ഒരു കുഞ്ഞ് മോപ്പഡ് മേടിച്ചു. ആ ട്രൈബൽ ജില്ലയിൽ അതൊക്കെ ഭയങ്കര ലക്ഷറിയാണ്. അതൊക്കെ
കത്തിച്ചവർ പറഞ്ഞത് എൻ്റെ വണ്ടിയാണ് അവിടെ കത്തിച്ചിട്ടിരിക്കുന്നത്. അതായത് ആ വില്ലേജിൻ്റെ റോഡിൻ്റെ ഓപ്പോസിറ്റാണ് ഇവരുടെ ക്യാമ്പ്. ക്യാമ്പിന് പുറത്തിറങ്ങിയ ഇവർ കൊല്ലപ്പെടും. കാരണം അവരെ കൊല്ലാൻ വേണ്ടി പീപ്പിൾ വെർ ദേർ. So what do you feel when you hear similar things happening that happened in Gaza and now happening in Sudan? The narrative is the same everywhere. Yeah. It's a big narrative of hatred. Yeah. അതായത് മനുഷ്യത്വം നഷ്ടപ്പെടുമ്പം മനുഷ്യൻ എത്രത്തോളം അധപ്പതിക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് ഞാൻ അന്ന് കണ്ടത്. ഞാൻ ഗാസയിൽ പോയിട്ടില്ല, ഞാൻ വേറെ അങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റ് സോണിലൊന്നും ഞാൻ അങ്ങനെ പോയിട്ടില്ല. പക്ഷേ അന്ന് ഞാൻ കണ്ടത് ഐ ക്യാൻ റിലേറ്റ് ടു എനിവെയർ എൽസ് ഇൻ ദ വേൾഡ്. അവിടെ പക്ഷേ ക്യാമ്പിൽ പട്ടിണിയില്ല. ബട്ട് ഈവൻ ദെൻ നമ്മുടെ എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ നമ്മുടെ വീടുണ്ട്, പക്ഷെ നമ്മുടെ വീട്ടിൽ പോകാൻ പറ്റാത്ത സ്ഥിതി നമുക്ക് ആലോചിക്കാൻ പറ്റുമോ കേരളത്തിൽ? ഇറ്റ്സ് നോട്ട് പോസിബിൾ. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു, നമ്മുടെ കംപ്ലീറ്റ് ആ സർട്ടിഫിക്കറ്റ്സ് ബുക്സ് എല്ലാം ഒരു പിടി ചാരമായി കഴിയുമ്പം, അല്ലെങ്കിൽ നമ്മൾ ആശിച്ച് മോഹിച്ച് വാങ്ങിച്ചൊരു വാഹനം, അതൊരു സൈക്കിളാണെങ്കിലും ഒരു മോപ്പഡ് ആണെങ്കിലും അത് ചാരമായി പോകുമ്പോൾ ഉള്ള ആ ഒരു ഫീലിംഗ് എന്തായിരിക്കും? അപ്പം ഞാൻ അന്ന് ഓർത്തു, നമ്മൾ കേരളത്തിൽ നമ്മൾ എന്തോരം ഒരു ഹെവൻലി ഒരു കുക്കൂണിലാണ് നമ്മൾ താമസിക്കുന്നത്. നമ്മൾ വളരെ പെറ്റിയായിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുന്നതും ഒക്കെ. റിയൽ ഒരു ഹ്യൂമൻ ട്രാജഡി അന്നാണ് ഞാൻ നേർക്ക് ഞാൻ കാണുന്നത്. Okay. So you've worked across various forms of media, അല്ലേ? മാഗസിനിലാണെങ്കിലും ഡിജിറ്റലിലാണെങ്കിലും, ലൈക്ക് ഡെയിലീസിൽ, വീക്ക്ലി എഡിഷൻസിലും എല്ലാം. സോ ഐ എം ക്യൂരിയസ് ഇഫ് ഈച്ച് മീഡിയം ഹെൽപ്ഡ് ടു റിവീൽ എ ഡിഫറെൻറ്റ് സൈഡ് ഓഫ് യുവർ സെൽഫ് ആസ് എ ജേർണലിസ്റ്റ്. അതെയോ? യെസ്. ഇത് ആക്ച്വലി ഒരു എന്താ പറയുക, നമുക്ക് ആലങ്കാരികമായിട്ട് പറയാമല്ലോ. അതായത് നമ്മൾ ഈ തേച്ച് മിനുക്കുമ്പോഴാണല്ലോ കൂടുതൽ അതിനൊരു ഭംഗിയും ഒരു ഗ്ലോ ഒക്കെ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ വീക്കിൽ വർക്ക് ചെയ്തപ്പം ഐ വാസ് വർക്കിംഗ് ഫോർ ദിസ് മാഗസിൻ. അപ്പം നമുക്കൊരു വീക്ക്ലി ഡെഡ് ലൈൻ ആയിരുന്നു. നല്ല പ്രഷർ ഉണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ പഠിച്ചു, എഴുതാനുള്ള കോൺഫിഡൻസ് ഉണ്ടായി. അതിൽ ഐ എം സ്റ്റിൽ താങ്ക്ഫുൾ ടു ഓൾ മൈ സീനിയേഴ്സ് ഓവർ ദേ. ഓരോന്നല്ലേ? ഇപ്പൊ ഡെയിലീസ് എഴുതുന്നത് വേറെ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് ഇതിൽ ഇപ്പൊ വീക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു മാഗസിൻ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ്. അവിടെ ക്രിയേറ്റിവിറ്റി സ്ഥാനമുണ്ട്. പക്ഷെ ഡെഡ് ലൈൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ഡെയിലി ഡെഡ് ലൈൻസ് ഉണ്ട്. ഡെയിലി നമുക്ക് ഇത്ര സ്റ്റോറീസ് നമ്മൾ ഫയൽ ചെയ്യണം. അത് തേഴ്സ്ഡേ ആണ് ഫൈനൽ പേജസ് നമ്മൾ പ്രിന്റിന് പോകുന്നത്. ആ പ്രിന്റിന് പോയ സാധനം വരുമ്പോൾ നമുക്കൊരു ടെൻഷനുണ്ട്, നമ്മുടെ മിസ്റ്റേക്സ് ഒക്കെ പോസ്റ്റ്മോർട്ടത്തിൽ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും. ബട്ട് ഇറ്റ് വാസ് എ ലേണിംഗ് പ്രോസസ്. അതിൽ നിന്നാണ് ഓൾ ഓഫ് എ സഡൻ വിത്തിൻ എ ഗ്യാപ്പ് ഓഫ് ജസ്റ്റ് 5 days ഐ ലാൻഡഡ് ഇൻ മസ്കറ്റ്. 8 വർഷം വീക്കിൽ വർക്ക് ചെയ്തതിന് ശേഷം മസ്കറ്റിൽ പെട്ടെന്ന് ഐ ജോയിൻഡ് ദിസ് ഇംഗ്ലീഷ് പേപ്പർ കോൾഡ് ദി ഒമാൻ ട്രിബ്യൂൺ. വീക്കെൻഡ് മാഗസിൻസ് അല്ലേ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? അവിടെ ഞാൻ ആ ഡെയിലിയുടെ വീക്കെൻഡ് പുൾ ഔട്ടിലാണ് ഞാൻ ആദ്യം പോകുന്നത്. ബട്ട് ഐ നെവർ ന്യൂ it would be one of my biggest laboratories. കാരണം ജേർണലിസത്തിൽ ഒരു ജേർണലിസ്റ്റിന് പ്രിന്റ് മീഡിയയിൽ പഠിക്കേണ്ട ധാരാളം കാര്യങ്ങൾ ഞാൻ അവിടെ പഠിച്ചു. അവിടെ 5 വർഷം അവിടെ ഇതുപോലെ കൂളായിട്ട് മാഗസിൻ്റെ ഇൻചാർജായിട്ട് പോയി. ഐ വാസ് ഹാൻഡ്ലിംഗ് ദ സ്റ്റോറീസ്, റീറൈറ്റിംഗ് ഇറ്റ്, ഡൂയിങ് കവർ സ്റ്റോറീസ്, മീറ്റിംഗ് പീപ്പിൾ, ഇന്റർവ്യൂസ്. ഐ വാസ് എൻജോയിങ് all the things. ബട്ട് ഇറ്റ് വാസ് ലൈക്ക് വീക്കിൽ നിന്ന് പോയതാണല്ലോ. അപ്പം എനിക്ക് അത്രയും ഒരു പ്രഷർ തോന്നിയില്ല. പിന്നെ ഐ വാസ് എക്സൈറ്റഡ് ബിക്കോസ് ഐ കുഡ് മീറ്റ് ഓൾ ദീസ് ബിഗ് പീപ്പിൾ ലൈക്ക് ഒമാനീസ്, ബ്രിറ്റ്സ്, പിന്നെ people from other Middle Eastern countries, Sri Lankans ഒക്കെ, പിന്നെ embassies. അപ്പം നല്ല ഇവൻറ്റ്ഫുൾ ആയിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ഗ്രാജുവലി വാട്ട് ഹാപ്പൻഡ് വാസ് ദാറ്റ് ഞങ്ങളുടെ ന്യൂസ് പേപ്പറിൽ ഒത്തിരിയും അട്രിഷൻ സംഭവിച്ചു. പീപ്പിൾ സ്റ്റാർട്ടഡ് ലീവിങ് ലൈക്ക് ഫ്രം ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ ഡെസ്കിൽ നിന്ന്, റിപ്പോർട്ടിംഗ് എന്നൊക്കെ അട്രിഷൻ വന്നപ്പോൾ നമുക്ക് അത്രയും ഹയറിങ്സ് നടന്നില്ല. So is there a particular reason for that? അവിടുത്തെ സോഷ്യോ എക്കോണമിക് റീസൺസ് ആയിരുന്നു. വിസ കിട്ടാനും പിന്നെ ഒമനൈസേഷൻ വന്നപ്പോഴത്തേക്കും നമ്മൾക്ക് ഒരാളെ നിയമിക്കണമെങ്കിൽ ഭയങ്കര പ്രയാസമായിരുന്നു. ഇപ്പം ഞാൻ തന്നെ അവിടെ പോയത് എൻ്റെ വിസയിൽ വേറെ എന്തോ ആണ് അടിച്ചിരിക്കുന്നത്, ലിംഗ്വിസ്റ്റ് എന്നോ അങ്ങനെ എന്തോ ആണ്. അപ്പം അങ്ങനത്തെ ഒത്തിരി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ദി മാനേജ്മെന്റ് ഡിസൈഡഡ് ഉള്ളവരെ വെച്ച് മാനേജ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ ഐ വാസ് സഡൻലി ഗിവൺ ദ ടാസ്ക് ഓഫ് റിപ്പോർട്ടിംഗ് ഫോർ ദ ഡെയിലി. അത് ഇറ്റ് വാസ് ലൈക്ക് ഔട്ട് ഓഫ് ദ ബ്ലൂ. അതായത് ശരിക്കും വെള്ളം കുടിച്ച ഒരു അനുഭവമായിരുന്നു ആദ്യത്തെ ഒരു 3 മാസം. എനിക്ക് ഒന്നാമത് വെഹിക്കിൾ ഇല്ലായിരുന്നു അവിടെ. അപ്പം പബ്ലിക് ട്രാൻസ്പോർട്ട് അന്ന് ബസ്സില്ല, ടാക്സി എടുത്ത് പോവുക. ടാക്സീസ് നമ്മൾ ഹയർ ചെയ്ത് പോയാൽ
നമ്മുടെ ട്രൗസർ കീറിപ്പോവും. ഓക്കെ. ഷെയർ ടാക്സി ഉണ്ട്. ഷെയർ ടാക്സിയിൽ നമ്മളിങ്ങനെ തിങ്ങി ഞെരുങ്ങി ഇരുന്ന് 2-3 ടാക്സി മാറി കയറിയൊക്കെ വേണം ഒരു ഇവന്റിന് പോകാനായിട്ട്. ആൻഡ് ഈവന്റ് സ്റ്റാർട്ട് അറ്റ് 7:30 in the morning. ഈ ചൂട് കാരണം ഉച്ചയാകുമ്പോൾ അവിടെ എല്ലാം അടച്ചുപൂട്ടും. So because all business and all government offices they start very early. പ്രസ് മീറ്റ്സ് ഒക്കെ 8 മണി 7:30 അപ്പോൾ അതിന് പോവും, ഇൻ്റർവ്യൂ ചെയ്യും. പലപ്പോഴും ദ ബിഗസ്റ്റ് ഹേർഡിൽ വാസ് ഈ പല ഗവൺമെൻറ് ഫംഗ്ഷൻസും അറബിക്കിലായിരിക്കും, വിത്തൗട്ട് ട്രാൻസ്ലേറ്റേഴ്സ്, ആൻഡ് ദ റിലീസ് വിൽ ബി ഇൻ അറബിക്. അപ്പം റിലീസ് കൊണ്ടുവന്നിട്ട് മാത്രം കാര്യമില്ല, എക്സ്ക്ലൂസീവ് വേണമല്ലോ, ഒരു കോട്ടോ എന്തെങ്കിലും ഒരു സാധനം. ആൻഡ് ദീസ് പീപ്പിൾ ആർ നോട്ട് വില്ലിംഗ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, മെനി ഓഫ് ദം. They don't know the language? They don't know. അപ്പം and the government expects the media people to be conversant in both Arabic as well as in English. അപ്പം എനിക്ക് പറഞ്ഞ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ ഇരിക്കുന്ന വല്ല ഇപ്പം ലെബനോണിൽ നിന്നോ അല്ലെങ്കിൽ അതർ കൺട്രി സുഡാനിൽ നിന്നൊക്കെ ഉള്ളവർ ദേ ആർ ബൈലിംഗ്വൽ. അപ്പം ഞാൻ ചോദിക്കും ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കാതലായിട്ടുള്ള വല്ല കാര്യമുണ്ടോ? വേറെ ജേർണലിസ്റ്റ് അല്ലെങ്കിൽ വേറെ PR-കാരൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു നിങ്ങൾ എക്സ്ക്ലൂസീവ് എടുത്തോ, എനിക്കതിന് ഏറ്റവും മൂല്യം തന്നാൽ മതി. അത് കിട്ടുന്ന സാധനം വെച്ച് പാച്ചപ്പ് ചെയ്ത് ഒരു സാധനം ഒരു എക്സ്ക്ലൂസീവ് പോലെ ഉണ്ടാക്കി ബാക്കി പ്രസ് റിലീസ് നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇട്ട് അത് അട്രോഷ്യസ് ആണ്. അറബിക് ടു ഇംഗ്ലീഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കയെന്ന് പറഞ്ഞാൽ മാങ്ങയെന്നാണ് വരുന്നത്. ഒരു സ്റ്റോറി അടിച്ച് കൊടുക്കും. അപ്പം അതൊക്കെ ഭയങ്കര ഒരു കാരണം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ ഒരു ഹാർഡ് ന്യൂസ് സാധനം. പിന്നെ അത് ഒരു ഡെയിലി റുട്ടീനായി. അത് മോർണിംഗ് പോയി അറ്റൻഡ് ചെയ്യുക, ഉച്ചയ്ക്ക് വന്ന് ആ സ്റ്റോറി അടിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് വേണം ഐ ഹാവ് ടു ഫൈൻഡ് ടൈം ഫോർ മൈ സോഫ്റ്റ് സ്റ്റോറീസ്, ഫോർ ദി മാഗസിൻ ആൻഡ് ഫോർ ദ ഫീച്ചർ പേജസ്. നമ്മുടെ കൾച്ചർ, ക്വിസീൻ, ഇതൊക്കെ അതും വേണം. പിന്നെ ഇടയ്ക്ക് വീക്കെൻഡ് പുൾ ഔട്ടിന്റെ കവർ സ്റ്റോറീസ്, അതെന്ന് പറയുമ്പോൾ 1500-1700 വേർഡ്സ് വേണം. വെറൈറ്റി. പിന്നെ അതിന്റെ കൂടെ ഗൾഫ് ഹാഡ് സോ മെനി റെസ്ട്രിക്ഷൻസ്. ഒമാനിൽ ഒന്നാമത്തെ കാര്യം ഡെമോക്രാറ്റിക് കൺട്രി അല്ല. അപ്പം അവിടെ യു ഹാവ് ടു keep in mind lots of restrictions, especially when it comes to politics. പത്രസ്ഥാപനത്തിൽ കയറുമ്പോൾ തന്നെ നമ്മളാ മറ്റേ മാത്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് പോലെയാണ് ആ റൂൾസ് ഇങ്ങനെ മനസ്സിൽ. അതായത് HM ഹിസ് മാജസ്റ്റി, HMന്റെ വാർത്തയുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ഗോ അബവ് ദ ഫോൾഡ് ഓഫ് ദ ന്യൂസ് പേപ്പർ. HMന്റെ പടം ഉണ്ടെങ്കിൽ ഒരു പേജിലും ആനിമലിന്റെയോ ഫുട്വെയറിന്റെ പടം പാടില്ല. അത് അറബിക് സെൻസിബിലിറ്റിക്ക് എതിരാണത്. പിന്നെ ഇഫ് യു ആർ ക്യാരിങ് എനിത്തിങ് ഓൺ ഇസ്ലാം, അതിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അങ്ങനെയും നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇഫ് യു ആർ ടേക്കിംഗ് എനിത്തിങ് ഫ്രം അനദർ റിലിജൻ, ഇപ്പം നമ്മളിപ്പോൾ ഒരു ചേർച്ചിൻ്റെയോ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പടമാണെങ്കിൽ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ആ കുരിശിനകത്ത് ക്രിസ്തുവിന്റെ ബോഡി കാണാൻ പാടില്ല. ക്രോസ് അതുപോലെ ക്രിസ്മസ് ആണെങ്കിൽ ഈ ഇപ്പം ഉണ്ണി ഈശോയുടെയോ മാതാവിൻ്റെയോ ഒന്നും രൂപങ്ങൾ പാടില്ല. സാന്റാ ക്ലോസ് ഓക്കെ, ട്രീസ് ഓക്കെ, സ്റ്റാർസ് ഓക്കെ, പക്ഷേ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഞങ്ങളുടെ ന്യൂസ് പേപ്പറിലാണെങ്കിൽ ഒരു തരത്തിലുള്ള ആൽക്കഹോളിന്റെ മെൻഷൻ പോലും പാടില്ല ഒരു വാർത്തയിലും ഒരു ആർട്ടിക്കിളിലും. ഒരു പടം എടുത്താൽ ഫോറിനിൽ നിന്നൊരു പടത്തിനകത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബീച്ച് ആണെങ്കിൽ ഒരാൾ സിപ്പ് ചെയ്യുന്നത് ബഡ്വൈസർ ആണെങ്കിൽ യു ഹാവ് ടു മാസ്ക് ഇറ്റ്, അല്ലെങ്കിൽ ആ പടം എടുക്കരുത്. ഇതെല്ലാം നമ്മുടെ ഡെസ്കിൽ ഇരിക്കുന്നവരും ഇത് ചെയ്യണം. ഇപ്പൊ വാർത്ത എഴുതുന്നവരാണെങ്കിലും ഫീച്ചർ എഴുതുന്നവരാണെങ്കിലും ഒക്കെ ഈ റൂൾസ് ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. മനസ്സിലായില്ലേ? അപ്പം ഇറ്റ് വാസ് എ ബിഗ് ലേണിംഗ് എക്സ്പീരിയൻസ് അവിടെ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നെക്സ്റ്റ് ലെവൽ ഐ വാസ് ഈവൻ ആസ്ക്ഡ് ടു മേക്ക് പേജസ്. ലൈക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഡിസൈനേഴ്സ് ഉണ്ട്, പക്ഷേ നമ്മൾ അവരോട് കൂടി ഇരുന്നിട്ട് വേണം നമ്മൾ പേജ് ഡിസൈൻ ചെയ്യാനായിട്ട്. ഈ വാർത്ത ഇവിടെ പോവും, ദിസ് ന്യൂസ് വിൽ ബി ദി ആങ്കർ ഒക്കെ വെച്ചിട്ട് അതിന്റെ ഹെഡിങ്സ് ഇത് അതിന്റെ പേജിലുള്ള നമ്മൾ ഓൺലൈൻ ആ പേജിൽ ആ കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ട് യു ഡു ദ ട്രിമ്മിങ് ആൻഡ് ദ കട്ടിങ് ആൻഡ് ദി ആഡിങ്, ചേഞ്ചിങ് ഓഫ് ദ ഹെഡ്ലൈൻസ്. അത് വീക്കിലി ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ന്യൂസ് പേപ്പറായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ആ ലേഔട്ട് വേറെയാണല്ലോ. ന്യൂസ് പേപ്പറിന്റെ ഓൾ ദി പേജസ് തന്നെ ചെയ്യണ്ടല്ലേ? ഇല്ല. ആൻഡ് ദ ടഫസ്റ്റ് ചലഞ്ച് വാസ് ഇന്ത്യ പേജ് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിരുന്നത്. അത് ഭയങ്കര കെയർഫുൾ ആയിരിക്കണം, അത് ബാലൻസ്ഡ് ആയിരിക്കണം. You should not be favoring the BJP nor the Congress or other political parties. At the same time, you have to tell the same story.
അപ്പം നമ്മൾ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും മെയിൻ ഹെഡ്ലിങ്സ്. അപ്പോൾ അതിനകത്ത് നമ്മൾ 3 ഓൺലൈൻ പത്രങ്ങൾ വായിക്കണം. ടൈംസ് ഓഫ് ഇന്ത്യ, പിന്നെ മാതൃഭൂമി, മലയാള മനോരമ. എന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ ലീഡ് സ്റ്റോറി പ്ലാൻ ചെയ്യുന്നത്. ബാക്കി ഇതെല്ലാം വെച്ച് എല്ലാ കൺട്രീസിന്റെ ഇങ്ങനെയാണോ അവരുടെ ന്യൂസ് പേപ്പേഴ്സ് എല്ലാം വായിച്ചിട്ട് നമ്മൾ നോക്കണം. പിന്നെ ബാക്കി നമുക്ക് വേൾഡിന്റെ ഒക്കെ നമുക്ക് വി ഹാവ് AFPയുടെയും റോയിറ്റേഴ്സിന്റെ ഒക്കെ വയർ കോപ്പീസ് വരും. അത് വേറൊരു ചലഞ്ചാണ്. കാരണം ഗൾഫിലെ മിക്ക പത്രങ്ങൾക്ക് വയർ കോപ്പീസ് ആണല്ലോ മെയിൻ ബൾക്ക് ഓഫ് ദ ന്യൂസ് കണ്ടന്റ് വരുന്നത്. അത് ഉച്ചയ്ക്ക് 2 മണിക്ക് വരണം. അപ്പം അത് റൊട്ടേഷനിലാണല്ലോ ഡ്യൂട്ടി. അപ്പോൾ ചില ദിവസം എനിക്ക് അതിന് ഡ്യൂട്ടി ഉണ്ടാവും. 2 മണിക്ക് ഞാൻ ലഞ്ചിന് ശേഷം വന്നിട്ട് ഏതാണ്ട് 1500ഓളം വാർത്തയും അതിൻ്റെ അത്രയും തന്നെ വിഷ്വൽസും ഡൗൺലോഡ് ചെയ്ത് ഫോൾഡേഴ്സിൽ വെക്കണം. അമേരിക്ക, യൂറപ്പ്, ഇന്ത്യ, പാകിസ്ഥാൻ, മിഡിൽ ഈസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇതായിരിക്കും ഡിസ്കസ് ചെയ്തിട്ട് ഓരോ പേജസ് ഹാൻഡിൽ ചെയ്യുന്നവർ അതാത് ന്യൂസായിട്ട് ആ പേജസിൽ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അതിന് വയർ ഡെസ്ക് എന്ന് പറയും. ഇപ്പോൾ വയർ ഡെസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യന്ത്രം പോലെ നമ്മൾ ഇരുന്നിട്ട് ഡൗൺലോഡിങ് ആണ്. 1500 ആർട്ടിക്കിൾസും ഇതുമാണ് നമ്മൾ ഈവനിങ് അവർ 5 മണിക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് വേറെ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ഐ ഹാവ് ടു സിറ്റ് ആൻഡ് മേക്ക് ദ പേജസ് ഇഫ് സംബഡി ഈസ് നോട്ട് ദേർ. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് പ്രിറ്റി എൻറിച്ചിങ്. ഭയങ്കര എൻറിച്ചിങ് ആണ്. 5 years I did everything and jack of all trades literally. അവസാനത്തെ 3 വർഷം പ്രസ് ഫോട്ടോഗ്രാഫി വരെ ചെയ്തു. See, there were only 2 photographers. അപ്പോൾ എല്ലാവരുടെയും കൂടെ പോകാൻ പറ്റില്ല. മനസ്സിലായി. So the editor was very close to me. He said, Ranjit, you are in the market. 1 real at that time was $175 Indian rupees. Yeah, back in the days. ഇവിടെ പേഴ്സണൽ ലോൺ എടുത്താൽ പലിശ 2% ഉള്ളൂ. കാരണം ഇസ്ലാമിക് ബാങ്കിങ് ആണല്ലോ. ഒരു ലോൺ എടുത്തിട്ട് ഒരു നല്ല DSLR ക്യാമറ മേടിക്കുക. അത് നാട്ടിൽ കൊണ്ടുപോയാലും ഇയാൾക്ക് ഒരു 10-12 വർഷം സുഖമായിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ ലെൻസും ഇതുമൊക്കെ ആയിട്ട്. എന്നിട്ട് എടുത്ത് പഠിക്കുക. അതാകുമ്പോൾ യു നീഡിൻ ഗോ ആഫ്റ്റർ ദ ഫോട്ടോഗ്രാഫേഴ്സ്. യു ക്യാരി യുവർ ക്യാമറ വിത്ത് യു. വെൻ യു ഗോ ക്ലിക്ക് ലെഫ്റ്റ്, റൈറ്റ് ആൻഡ് സെൻറ്റർ ക്ലിക്ക് ചെയ്ത് പഠിക്കുക. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് പറ്റുമോ? എടോ പറ്റുമോടോ മാഷേ, ഇങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. ഓൾവേസ് എ ഫസ്റ്റ് ടൈം ഫോർ എവറിത്തിങ്. അങ്ങനെ ഐ വാസ് എ ബിഗ് ജോക്ക്. കാരണം ടാക്സിയിൽ വന്നിറങ്ങുന്നു, കഴുത്തിൽ ഈ ക്യാമറ, കയ്യിൽ മറ്റേ ബാഗ്, ലാപ്ടോപ്പ്, നോട്ട് പാഡ്, പിന്നെ മൊബൈൽ റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ. ബാക്കി എല്ലാ ജേർണലിസ്റ്റിനും ദേ ഹാവ് ദെയർ വെഹിക്കിൾ, അവരുടെ ഫോട്ടോഗ്രാഫർ വരും. ഞാൻ മാത്രമാണ് ഇതെല്ലാം കഴുത്തി തൂക്കിയിട്ട് വരുന്നത്. അപ്പം ചില ഇവൻറ്റിലൊക്കെ നമുക്ക് ഡബിൾ റെസ്പോൺസിബിലിറ്റിയാണ്. പോയി നല്ല വാൻറ്റേജ് പൊസിഷൻ നോക്കണം, നല്ല ഏറ്റവും ബെസ്റ്റ് ഷോട്ട് കിട്ടുന്ന ഏതാണെന്നുള്ളത് അവിടെ നോക്കിയിരിക്കണം. ക്ലിക്ക് എടുത്തു കഴിഞ്ഞിട്ട് യു ഹാവ് ടു റഷ് ടു ദോസ് പീപ്പിൾ ആഫ്റ്റർ കട്ടിങ് ദ റിബൺ, പോയി ബൈറ്റിന് വേണ്ടിയിട്ട് അതെടുക്കണം. ഇനിഷ്യലി ആദ്യമൊക്കെ നമുക്കൊരു ഇതുണ്ടാകും. നമ്മൾ ജസ്റ്റ് കേഴ്സ് മൈസെൽഫ്, കർത്താവേ എന്തിനാണ് നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഇത് ചെയ്യാനാണോ എന്ന് പറഞ്ഞു. പിന്നെ ഐ സ്റ്റാർട്ടഡ് എൻജോയിങ് ഇറ്റ്. കാരണം പലതിനും എൻ്റെ ബൈലൈൻ വരാൻ തുടങ്ങി. ലൈക്ക് ഫോർ സം ഓഫ് ദോസ് ഫോട്ടോഗ്രാഫ്സ് ടേക്കൺ ബൈ സോ ആൻഡ് സോ. പിന്നെ സ്റ്റോറീസ് അത് നോട്ടീസ് ചെയ്യാറുണ്ടോ ആൾക്കാർ? ഞാൻ ഈ ക്ലബ്സിലൊക്കെ പോകും, ഇന്ത്യൻ ക്ലബ്സിലൊക്കെ പോകുമ്പോൾ അവർ പറയും ഐ സോ യുവർ ഫോട്ടോ, ഐ സോ യുവർ ആർട്ടിക്കിൾ. നമുക്ക് ഭയങ്കര ഒരു ത്രില്ലാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഈ എംബസീസിൻ്റെ ഇവൻറ്റ്സ് ഒക്കെ കവർ ചെയ്യുമ്പം അവരുടെ സ്റ്റാഫ് വരും ആ പേപ്പറിൻ്റെ കോപ്പീസ് കളക്ട് ചെയ്യാൻ. അത് അവർ ഫയൽ ചെയ്യും. എന്നിട്ട് ആ കൺട്രിയിൽ അവരുടെ മിനിസ്ട്രിക്ക് അയച്ചു കൊടുക്കുന്നത് നല്ല സ്റ്റോറിയാണെങ്കിൽ. അപ്പോൾ എൻ്റെ നല്ല കുറേ സ്റ്റോറീസൊക്കെ ബംഗ്ലാദേശ് എംബസി വഴി അവരുടെ ഇതിൽ പോയിട്ടുണ്ട്, അവരുടെ ആർക്കൈവിൽ പോയിട്ടുണ്ട്, ശ്രീലങ്കൻ ആർക്കൈവ്സിൽ പോയിട്ടുണ്ട് ത്രൂ ദി അംബാസിഡർ. പിന്നെ ഐ ഈവൻ ഡൺ സ്റ്റോറീസ് ഫോർ ദി എംബസി ഓഫ് മലേഷ്യ, സൗത്ത് കൊറിയ. അങ്ങനെയാണ് ആദ്യമായിട്ട് K-pop എന്നൊക്കെ ഞാൻ കേൾക്കുന്നത്. വേവ് അപ്പൊ കൊറിയയിലൊക്കെ അത് വന്ന ടൈമാണ്. ഞാൻ ചെല്ലുമ്പോൾ ഇറ്റ് വാസ് ഗാങ്നം സ്റ്റൈൽ ആയിരുന്നു. ദെൻ കൊറിയൻ ഫുഡ് സ്റ്റാർട്ടഡ് കമ്മിങ് അപ്പ്. അപ്പൊ ഞാൻ ഫുഡ് സ്റ്റോറീസ് ഒക്കെ ചെയ്തു. അപ്പം അങ്ങനെ ഒരു ഓവറോൾ എക്സ്പോഷർ എനിക്ക് ശരിക്കും കിട്ടി. അപ്പം ആ മസ്കറ്റിൽ ആ ഒരു 5 വർഷം കഴിഞ്ഞപ്പം ഒരു കോൺഫിഡൻസ് ആയി, ഇനി ലോകത്തിന് എവിടെ പോയാലും ഐ കൻ ഡു എനിത്തിങ്. അവിടുന്ന് പഠിച്ച ആ സ്റ്റൈൽ അല്ലെങ്കിൽ ആ വേ ഓഫ് വർക്കിംഗ് സ്റ്റൈലൊക്കെ ഇല്ലേ, അത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ?